റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം. Let's read from Romans chapter 8 verse 19. റോമർ 8-ന്റെ 19-ാം വാക്യം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇത് മലയാളത്തിൽ വളരെ വ്യത്യാസമുണ്ട്. തമിഴിൽ ഒന്ന് വായിച്ചാൽ കൊള്ളാം. വായിക്കൂടെ വായില്ല. மேலும் தேவனுடைய புத்திரர் வெளிப்படுவதற்கு சிருஷ்டியானது மிகுந்த ஆவலோடு காத்து கொண்டிருக்கிறது. മലയാളത്തിൽ വെളിപ്പാടോടെ കാത്തിരിക്കുന്നു പറയുന്നു. എന്നാൽ തമിഴിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സൃഷ്ടി ദൈവപുത്രന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. In Malayalam it is written that the creature waited with the revelation, but in Tamil we can see that the creature waited for the manifestation of the sons of God with earnest expectation. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവത്തിന്റെ സഭ ഈ കാലഘട്ടത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സഭയ്ക്കായിട്ട് നമ്മുടെ പ്രിയൻ വെളിപ്പെടുവാൻ സമയമെടുത്തിരിക്കുന്നു. If the church of God awaits earnestly for the expectation of the appearance of Christ, truly it is in this period that he is going to appear. കർത്താവിന്റെ വരവ് ദൈവമക്കളെ വേഗത്തിൽ അത് വെളിപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ ഒരു വചനം വായിച്ചു, വെളിപ്പാടോടെ. വാസ്തവമായിട്ട് അത് നമുക്ക് സത്യമാണ്. ആത്മീയമായിട്ടുള്ള വെളിപ്പാടുള്ളവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ കഴിയുള്ളൂ. Dear children of God, the coming of our Lord is at hand. But in Malayalam we read that they wait with a revelation. Truly, the children of God who wait with a spiritual revelation alone can be caught up in the coming of our Lord. വെളിപ്പാടിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും മനസ്സിലാക്കാൻ കഴിയും, ഇന്ന് ഒരു കൂട്ടർക്ക് ആത്മീയമായിട്ടുള്ള വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ്. When we consider the meaning of the word revelation, today many are spiritually found to have no revelation. ദൈവസഭയെക്കുറിച്ചുള്ള വെളിപ്പാട്, Revelation concerning the church of God. അപ്പോസ്തലിക കൂട്ടായ്മയുടെ മഹത്വത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, Revelation concerning the glory of the apostolic fellowship. അപ്പോസ്തലിക ശുശ്രൂഷകരെക്കുറിച്ചുള്ള വെളിപ്പാട്, The revelation concerning the New Testament ministers. അപ്പോസ്തലിക ദൈവപ്രമാണത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവമക്കൾക്ക് പ്രാപിപ്പാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും അങ്ങനെയുള്ളവർക്ക് യേശു വേഗത്തിൽ അവർക്കായി വെളിപ്പെടാൻ പോകുകയാണ്. If the children of God do possess the revelation of the apostolic laws and doctrines, truly it is for their sake that Christ is going to appear very soon. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഒരു വചനം ഉണ്ടല്ലോ 29-ന്റെ 18-ാം വാക്യം സദർശത്തിൽ, വെളിപ്പാടില്ലാത്ത ജനം അത് മര്യാദ കെട്ടി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവപ്രമാണം വിട്ടുപോകുന്നു എന്ന് കാണാൻ കഴിയുന്നു. In Proverbs chapter 28 verse 18 we read that where there is no revelation the people perish, that they go far away from the doctrine of Christ. ദൈവസഭ വെളിപ്പാടുള്ളവരായി ജീവിക്കണം. The church of God should be found with revelation. ദൈവസഭയ്ക്ക് വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ സ്വന്തം വഴികളും സ്വന്തം ആലോചനകളും സ്വന്തം അഭിപ്രായത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. If the church of God pervert from the revelation of God, they will be found in their own ways. ദൈവസഭ ആകാംക്ഷയോടെ, ദൈവമക്കളെ ആകാംക്ഷയോടെ വെളിപ്പാടോടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമക്കൾ ഒരുങ്ങിയിരിക്കേണ്ട കാലഘട്ടമാണ്. This is a time in which the children of God, having possessing the grace of God, should wait earnestly with earnest expectation for the appearing of God. ദൈവത്തിന്റെ വചനത്തിൽ ആലോചനയിൽ വെളിപ്പാട് ഉണ്ടായിരിക്കണം. In the word of God, in the revelation, we should have a good revelation. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 14-ന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ ഉപദേശം അറിയിക്കുമ്പോൾ അത് വെളിപ്പാടോടെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നു എന്ന് പൗലോസ് പറയുന്നു. That is why in 1 Corinthians chapter 14 verse 6 we read that St. Paul writes to the Corinthian church, except I shall speak to you either by revelation. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ എന്ന് പറഞ്ഞാൽ പൗലോസ് ആഗ്രഹിക്കുന്നു പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വെളിപ്പാട് നിങ്ങളോട് സംസാരിക്കണം. St. Paul desires that he should speak to them with a good revelation. വചനത്തിൽ വെളിപ്പാട് ഉണ്ടായിരിക്കണം. The word of God should have a revelation. വചനത്തിൽ ഒരു ആലോചന ഉണ്ടായിരിക്കണം. The word of God, there should be a counsel. വചനത്തിൽ ഒരു തികവ് ഉണ്ടായിരിക്കണം. The word of God should comprise a perfection. വചനത്തിൽ ഒരു പൂർണ്ണത ഉണ്ടായിരിക്കണം. The word of God should comprise a perfection. അതുകൊണ്ടാണ് ദൈവമക്കളെ പൗലോസ് പറയുന്നത്, അപ്പോസ്തലന്മാരെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന പ്രമാണം ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ
തികഞ്ഞവനായി നിർത്തുന്ന സുവിശേഷം ദൈവം നമ്മുടെ കർത്താവ് അപ്പോസ്തലന്മാരെ ദൈവം പരമേൽപ്പിച്ചത് കാണുന്നു. That is why St. Paul writes that God has ordained the apostles in order to declare the gospel which maketh every man to stand perfect in Christ Jesus. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും അപ്പോസ്തലൻ പൗലോസ് ലേഖനത്തിൽ കൂടെ പറയുന്നു, ഓരോരുത്തരും ഉണ്ടായിരിക്കേണ്ടത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടായിരിക്കണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവ വചനം ആഴത്തിൽ അനുഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് കൊരിന്ത്യർ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. While writing his epistle to the Corinthians, St. Paul mentions that everyone should have the revelation of God. All should have the revelation concerning the word of God. അതിന് 26-ാം വാക്യം 14-26 Chapter 14 verse 26. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയ വർധനയ്ക്കായിട്ട് ഉതകട്ടെ. St. Paul writes that when you come together, every one of you hath a psalm, hath a doctrine, hath a tongue, hath a revelation, hath an interpretation, and let all things be done unto edifying. ദൈവമക്കളെ, നമ്മുടെ സഭയുടെ അനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതായ അനുഭവമാണ്. Dear children of God, that we heard just now being read is the experience found in our church. ഒരു സഭയിൽ കൂടി വരുമ്പോൾ ഉണ്ടായിരിക്കേണ്ടതായിരിക്കുന്ന അനുഭവങ്ങളാണ് ഇവിടെ വായിക്കാനിടയായത്. We now just heard read the portion that which should be found in an assembly when the children of God gathered together. സങ്കീർത്തനമുണ്ട്, there is psalm, ഉപദേശമുണ്ട്, there is doctrine, പ്രവചനവരം ഉണ്ടായിരിക്കണം, there should be prophecy, കൃപകൾ ഉണ്ടായിരിക്കണം, there should be graces, കൃപാവരം ഉണ്ടായിരിക്കണം, there should be gifts too. ദൈവമക്കളെ, ഒരു പൂർണ്ണതയുടെ സുവിശേഷം ഉണ്ടായിരിക്കണം. Dear children of God, there should be a gospel of perfection too. ആത്മനൊരു ശക്തി ഉണ്ടായിരിക്കണം. There should be powerful expectation of the spirit. അന്യഭാഷയോടെ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം. We should be able to glorify God in a non-tongue. ഈ വിധമായിരിക്കുന്ന അനുഭവങ്ങളൊക്കെയും ദൈവസഭയിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവമാണ് ദൈവമക്കളെ ആത്മീയ വർധന ഉണ്ടാകുന്നത്. If the church of God possesses these experiences, an edifying will be seen there. ദൈവസഭ സകല സൃഷ്ടികളും ആകാംക്ഷയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നുവെങ്കിൽ, ഈ നിലയിൽ കാത്തിരിക്കുന്നുവെങ്കിൽ അവർക്കായി യേശു വേഗം വരാൻ പോകുകയാണ്. If the church of God and all creatures earnestly expect the manifestation of the Son of God, truly it is for their sake that Jesus is going to appear very soon. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നതിനാൽ നിശ്ചയമായും ക്രിസ്തുവിന് കൂടെ ലഭിക്കുന്ന മഹത്വമായ ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങളെ ദൈവമക്കളെ പ്രാപിച്ചു കടന്നു പോകണം. Dear children of God, as the coming of God is drawing nigh, we the children of God should receive all the great experiences, excellent experiences through Christ Jesus. ഗലാത്യ ലേഖനം 1:11-12 ഇങ്ങനെ വായിക്കുന്നല്ലോ. In Galatians chapter 1 verse 11 and 12 we read, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞങ്ങൾ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാലത്രേ ഞാനും നിങ്ങളും ഈ ശ്രേഷ്ഠമായ വചനം പഠിച്ചിരിക്കുന്നത്. I and you have received this great excellent word of God, not of man, but through Christ, through the revelation of Jesus Christ. നാം പഠിച്ചിരിക്കുന്ന ദൈവപ്രമാണം യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഈ മാർഗത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുന്നവർ അനുഭവമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ് എന്നെ ഈ അപ്പോസ്തലിക മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. That which brought me to this apostolic fellowship is the revelation concerning Jesus Christ. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിവാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് ദൈവമക്കളെ എന്നെ ഈ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്നത്. Dear children of God, it is the knowledge concerning Christ Jesus that brought me to this ministry. ഞാൻ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ എൻ്റെ പിതാവോ മാതാവോ എൻ്റെ ജ്യേഷ്ഠന്മാരോ, ഞാൻ വീട്ടിലെ ഇളയ ആളാണ്, ജ്യേഷ്ഠന്മാരോ ആരും അറിഞ്ഞിട്ടില്ല, ആരോടൊരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല ഞാൻ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് പോകുകയാണെന്ന്. Dear children of God, I am the youngest son in my house. My parents, nor my elder brothers too, never knew that I am going to surrender myself for the ministry. കാരണം ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ അറിഞ്ഞു. Because I knew God. അവനെ അനുഗമിച്ചാൽ അവൻ വിശ്വസ്തനാണ്. If I follow him, he is faithful. ക്രിസ്തുവിനെ അനുഗമിച്ചാൽ നിശ്ചയമായും എന്നെ ഒരിക്കലും അവൻ തള്ളിക്കളയത്തില്ല എന്നുള്ളത് ഒരു അറിവ് എനിക്കുണ്ടായി. I got the knowledge that if I follow Christ, he will never forsake me. ക്രിസ്തുവിനെ ഞാൻ മനസ്സിലാക്കി. ഈ ശ്രേഷ്ഠമായ
പെന്തക്കോസ്തിലെ മഹത്വത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായി. എന്റെ ദൈവം എന്നെ ഒരിക്കലും കൈവിടരുതെന്ന് എനിക്ക് മനസ്സിലായി. I perceived concerning Christ and this great apostolic doctrine, and along with it I understood that he will never forsake me. ദൈവമക്കളെ, അതുകൊണ്ട് ഇതുവരെയും പുറകോട്ട് നോക്കേണ്ടി വന്നില്ല. Therefore, dear children of God, hitherto I have never turned backward and looked. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു, അവൻ എന്റെ ഉപനിധി അവസാനം വരെയും സൂക്ഷിപ്പാൻ എന്റെ ദൈവം ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പൗലോസിനോട് ചേർന്ന് തന്നെ പറയുവാൻ എനിക്ക് കഴിയും. I am able to say along with Saint Paul together that I know whom I have believed, and I am persuaded that he is able to keep that which I have committed unto him against that day. ദൈവത്തിന്റെ സഭ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ അവർക്കായിട്ട് യേശു വേഗം വരാൻ പോകുകയാണ്. If the church of God expects earnestly, it is for them that Jesus is going to appear very soon. ഈ ദൈവത്തിന്റെ സഭ എന്തിനു വേണ്ടി കാത്തിരിക്കണം? For what purpose should the church of God await? കർത്താവിന്റെ വരവിന് വേണ്ടി ദൈവമക്കൾ The കാത്തിരിക്കണം. children of God should wait for the coming of Christ. ദൈവത്തിന്റെ സഭ കർത്താവിന്റെ വരവ് എന്നുള്ള മാത്രം ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. Our thought should be, our goal should only be the coming of our Christ. ദൈവമക്കളെ, ആത്മീയമായിട്ടുള്ള കൃപകളും അനുഗ്രഹവും പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കൾ ഒരിക്കലും അതിൽ തോൽവി അടയരുത്. അതിൽ ജയം എടുത്തുകൊണ്ട് നമുക്ക് മുന്നേറേണ്ടതായ സമയമാണ്. Dear children of God who have received spiritual gifts and blessings, this is not the time that we should fail, but we should press forward victoriously. ഈ സഭയെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൂട്ടായ്മ വന്നത്. We have come into this fellowship because we had a knowledge concerning this church. മറ്റ് ചില ബന്ധക്കോസ് സഭയിൽ നിന്ന് തന്നെ ചില എത്രയോ വ്യക്തികൾ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നു. Many people of God come from other Pentecostal denominations to our church. ഒരു പിതാവ് സാക്ഷി പറഞ്ഞല്ലോ, One father testified before. പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഏത് സഭയിൽ പോകണമെന്ന് ഒരു സമുദായക്കാരനോട് പിതാവ് ചോദിച്ചു. When he decided to come and join a Pentecostal fellowship, he asked to a man from another denomination as to where he had to go. അപ്പോൾ ആ സമുദായക്കാരൻ പറഞ്ഞത്, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, നിങ്ങൾ ഈ കടമ്പനാടുള്ള ബന്ധക്കോസ് മിഷനിലേക്ക് പോകാൻ. And that particular person told him that you should not go anywhere else. If you decide to go, you have to go to that Kadamnad Faithum alone. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ഈ സഭയെക്കുറിച്ചുള്ള അറിവ് ജനങ്ങൾ വന്നില്ലെങ്കിലും ദൈവമക്കളെ കൂട്ടായ്മയെക്കുറിച്ചും സഭയെക്കുറിച്ചും വിശുദ്ധന്മാരെ കുറിച്ചുള്ള അറിവ് ഇന്ന് ദേശത്തുള്ളവർക്ക് ജനങ്ങൾക്ക് അറിയാം. Even though the people of God, the people in the land are not a member of our church, they have a very good knowledge concerning these saints and the true church of God. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. കുണ്ട്ര സഭയിൽ നിന്ന് യാക്കോബ സമുദായത്തിൽ നിന്ന് ഒരു സഹോദരി ബന്ധക്കോസ് ആരാധനയ്ക്ക് പോകണമെന്ന് ഭർത്താവിനോട് പറഞ്ഞു. Once from one of our sister from Kundra church, when she was a Jacobite sister, she told her husband she want to attend a Pentecostal meeting. പ്രാർത്ഥന കൂട്ടത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. I want to attend a prayer ഇവിടെ meeting. നിന്നുകൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. But through this worship, I have no benefit. എന്നാൽ ആ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, What did the husband നീ say? പോകുന്നെങ്കിൽ If you want to go, ആറുമുറിക്കടയിലോ അടുത്തുള്ള ദിബന്ധക്കോസ് മിഷൻ സഭയിലേക്കല്ലാതെ ഒരൊറ്റ സഭയിൽ പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. to no other church I will permit you to go, but to the TPM Faith Home in Armurikada at Kundra. അത് ആരാ പറഞ്ഞറിയാമോ? Do you know who യാക്കോബ told സമുദായത്തിൽ നിൽക്കുന്ന ഒരു ഭർത്താവ്. Her husband, who was a strong believer of the Jacobite assembly. ഭാര്യയോട് പറയാണ്, നീ ഏതെങ്കിലും കൂട്ടങ്കിൽ എവിടെങ്കിലും പോയിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോകുന്നെങ്കിൽ എന്റെ ആഗ്രഹം ഞാൻ പറയുന്നിടത്ത് പോകണം. ആറുമുറിക്കടയിലുള്ള ദിബന്ധക്കോസ് മിഷൻ സഭയിലേക്ക് പോയി ആരാധിക്കണം, അല്ലാതെ ഒരിടത്തും പോകാൻ പാടില്ല. He told his wife, if you want to go anywhere to join a Pentecostal assembly, you can go to the Pentecostal mission at Armurikada and nowhere. എന്തുകൊണ്ട് അതങ്ങനെ പറയാൻ കാരണം? Why did he say so? ഇതിന് ഉപദേശമുണ്ട്. There is a purpose. Here we have a ഒരു doctrine. നടത്തിപ്പുണ്ട്. Here we have a leading. ഒരു ആലോചനയുണ്ട്. Here we have a ഒരു counsel. അച്ചടക്കമുണ്ട്. Here we have a discipline. ദൈവമക്കളെ, ദൈവീയ പ്രമാണത്തിൽ തന്നെ ജീവിക്കുന്ന സഭയാണെന്ന് അറിയാം. Dear children of God, they know that this is a church which lives truly according to the doctrine. ശണ്ടയും വഴക്കും പ്രബലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ആരാധനയാണെങ്കിൽ എങ്ങനെ നമുക്ക് മഹത്വം ലഭിക്കും? If this be a worship where there is more conflicts, strife and quarrels, how can the name of God be glorified? അസംബ്ലീസ് കോൾ സഭയിൽ നിന്ന് വളരെ പാരമ്പര്യമുള്ളായ 28 വർഷക്കാലം നിന്നായ നല്ല സ്ഥാനമാനമുണ്ടായ ഒരു സഹോദരൻ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്നു. A traditional brother of the Assemblies of God Church came of 28 years. He came to he joined our fellowship. താൻ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു. He stood up and testified. ഇതിന്റെ മഹത്വമായിട്ടുള്ള അനുഭവങ്ങളും പ്രമാണങ്ങളും ഉപദേശങ്ങളും കേട്ടപ്പോൾ താൻ വളരെ ഭയപ്പെട്ടു പോയി. ഇതൊക്കെ ഉപദേശമാണോ? ഇതാണോ ആരാധന? ഇതാണോ പ്രമാണം? ഈ പ്രമാണത്തിൽ ജീവിച്ചില്ലെങ്കിൽ എങ്ങനെ കത്താൻ ഒരു
കഴിയും എന്ന് പറഞ്ഞ ശേഷം താൻ പറഞ്ഞത്, എന്റെ കഴിഞ്ഞ 78 വർഷക്കാലം നിങ്ങൾക്ക് നഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പരസ്യമായി കരഞ്ഞു. On hearing the laws and doctrines of this apostolic fellowship, he lifted up his hands, crying, saying that all these 28 years I have lost all these experiences. Where else should I go to receive such a great experience? പത്രത്തിൽ ഒരു പരസ്യം വായിച്ചു. I read one advertisement in the newspaper. വിവാഹ പരസ്യമാണ്. It was concerning a marriage. പെന്തക്കോസ്ത് സഭ, Pentecostal church. പെന്തക്കോസ്ത് സഭയെന്നുള്ളായ വരന് ആവശ്യമുണ്ട്. A bridegroom is essential from a Pentecostal church. അതിന് NB അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. But within brackets it was written, ആഭരണമിട്ട് നടത്തുന്ന പെന്തക്കോസ്ത് സഭ. a Pentecostal church where they worship God with wearing ornaments. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇന്ന് സഭകൾ ധാരാളമുണ്ട് മക്കളെ. പെന്തക്കോസ്തിനുള്ള സഭയാണ്, പക്ഷേ പ്രമാണമില്ല, ഉപദേശമില്ല. തുള്ളിച്ചാടിയത് കൊണ്ടോ അല്ലെങ്കിൽ ചാടിയത് കൊണ്ടോ മറുമാക്ഷ പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല. വേർപെട്ട ജീവിതം ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്കായിട്ട് യേശു വേഗം വരാൻ പോകുകയാണ്. Today there are diverse manners of Pentecostal denominations, but there's no meaning in just worshiping God by wearing ornaments and leaping and jumping. But for the church of God who keep themselves separated from others and who have a good revelation, for them Jesus is going to appear very soon. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവസഭ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്? For what purpose should the church of God await? റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്നു. In Romans chapter 8 verse 23 we read, ദൈവസഭ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തിരിക്കണം. the church of God should wait eagerly for the വായിച്ചേ. ആത്മാവെന്ന ആദിദാനം ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ദൈവസഭ കാത്തിരിക്കേണ്ടത് കർത്താവിന്റെ വരവിൽ ദൈവമക്കളെ അവകാശിയായിട്ട് എടുക്കപ്പെടണം. അതാണ് പുത്രത്വത്തിന് വേണ്ടിയുള്ള ഒരു ഞരക്കം അല്ലെങ്കിൽ ആവൽ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന അനുഭവം. Waiting or groaning for the adoption, that is in order to attain the redemption of our body to be manifested as the sons of God. പുത്രത്വം പ്രാപിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും അവകാശത്തിലേക്ക് എത്തുവാൻ കഴിയില്ല. If we do not receive adoption, we will not be able to attain our inheritance. ദൈവമക്കളെ പുത്രത്വം പ്രാപിച്ചെങ്കിൽ മാത്രമേ അവകാശദേശത്തേക്ക് എത്തുവാൻ കഴിയൂ. We will be able to inherit our land only if we receive adoption. അതിനാണ് റോമലേഖനം 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ ദൈവം നമ്മെ പുത്രന്മാരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം നമ്മെ അവകാശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. That's why we read in Romans chapter 8 verse 15 that through the anointing of the Spirit the Lord has made us adopted sons, or he makes us the sons of God. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവത്തിന് സ്തോത്രം. Praise be to God. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി ഒരു അവകാശം ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. Dear children of God who had received the anointing of the Holy Spirit, God has prepared an inheritance and for it we do wait eagerly. പലതും അവകാശമാക്കുന്ന അനുഭവമുണ്ട്. We are able to inherit many things. സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഒരു നീതിമാൻ ഭൂമിയെ കൈവശമാക്കും. A righteous shall inherit the earth, we read in Psalm 37-29 വാക്യത്തിൽ വായിക്കുന്നു, നീതിമാൻ ഭൂമിയെ കൈവശമാക്കും. 37 and verse 29 we read, the righteous shall inherit the land. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കും, എന്നേക്കും അതിൽ വസിക്കും. The righteous shall inherit the land and dwell therein forever. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായിട്ട് ആ അവകാശദേശത്തേക്ക് എത്തണമെങ്കിൽ ദൈവമക്കൾ നീതിമാന്മാരായി ജീവിക്കണം. Dear children of God, we to inherit that promised land, we should live righteously. സദൃശ്യം 3:35 വാക്യത്തിൽ വായിക്കുന്നു, In Proverbs ബഹുമാനത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ in Proverbs 3 verse 35 we read, ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും. ഇന്ന് ബഹുമാനം ലഭിക്കണമെങ്കിൽ ദൈവിക ജ്ഞാനം നമ്മൾ ജീവിക്കണം. If we need to receive honor, we should have divine knowledge. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമുക്ക് അവകാശം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. We are truly glad to hear the word inheritance. അതിൽ 28-ാം വാക്യത്തിൽ വായിക്കുന്നു, Proverbs 28 verse 10, നിഷ്കളങ്കൻ നന്മ അവകാശമാക്കും. the upright shall inherit good things. വായിച്ചിട്ട് നേരുള്ളവരോ
മാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും. നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും. The upright shall have good things in നാം possession. നിഷ്കളങ്കരായി നേരുള്ളവരായി ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവമക്കളെ നമ്മൾ അവകാശദേശത്ത് എത്തുവാൻ Dear കഴിയും. children of God, if we are upright, if we are honest, truly we will be able to inherit that promised land. നമ്മൾ പുത്രത്വം പ്രാപിക്കണമെങ്കിൽ We, in order to attain ഒന്ന് adoption, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നമ്മൾ നിറഞ്ഞ് സന്തോഷിക്കണം. we should get filled and rejoice in the Holy Spirit. ദൈവത്തിന് സ്തോത്രം. Praise be to God. എഫെസ്യ ലേഖനം ഗലാത്യ ലേഖനം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, In Galatians chapter 4 verse 5 we read, പുത്രത്വം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ മറ്റൊരു അനുഭവമാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ വേർതിരിക്കപ്പെടണം. we should be delivered from the law that we might receive the adoption of sons. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. Praise be to God. ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന കാലത്തോളം ഒരിക്കലും അവിടെ പുത്രത്വം പ്രാപിപ്പാൻ കഴിയില്ല, അഥവാ അവകാശം പ്രാപിപ്പാൻ കഴിയില്ല. Until we are found to be under the law, we will not be able to receive the adoption of the sons. കർത്താവിന്റെ വരവിൽ ദൈവസഭ എടുക്കപ്പെടണമെങ്കിൽ നിശ്ചയമായും ദൈവമക്കളെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കണം. For the church of God to be caught up in the coming of God, dear children of God, we should be delivered out of the bondage of law. രക്ഷിക്കപ്പെട്ടാലും സ്നാനം എടുത്താലും അഭിഷേകം പ്രാപിച്ചാലും ചിലർ ഇപ്പോഴും ആ ന്യായപ്രമാണത്തിന്റെ കീഴിലിരിക്കുന്ന പുള്ളികളുണ്ട്. Even though many are being saved and receive the anointing of the Holy Ghost too, even today many are found under the bondage of law. ആരുടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, ആരുടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് തീർക്കുന്നത് പല ഘട്ടങ്ങളിൽ കൂടെയാണ്. If they have enmity or quarrel or an enmity or strife towards anyone, through various divisions they to solve it. ആരുടെങ്കിലും ഉന്മതിയോ ഒരു അസൂയയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിണക്കമോ ഏതെങ്കിലും ഒരു വിദ്വേഷ മനോഭാവം ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിലയിൽ അവരെ കൊണ്ടുവന്ന് ഒതുക്കാനായിട്ടുള്ള പദ്ധതികൾ നോക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായും അവർ ന്യായപ്രമാണത്തിന് കീഴുള്ളവരാണ്. പുത്രത്വത്തിന് അവകാശി അല്ല, നിത്യതയിൽ ഒരിക്കൽ കാലത്തും പ്രവേശിപ്പാൻ കഴിയില്ല. If there is anyone seated here who grudge towards anyone or enmity towards anyone and try to enslave others, truly you will not be able to attain the adoption on sons or the resurrection. പുത്രന്മാരായി കാണാത്ത കാലത്തോളം ഒരിക്കലും നമുക്ക് അവകാശമില്ല. Unless you are found to be sons, you cannot receive the inheritance. അതുകൊണ്ടാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്, ദാസിയെയും മകനെയും പുറത്താക്കി കളക, എന്റെ മകൻ ഇസ്ഹാക്കിനോടുകൂടെ അവകാശം ഒരിക്കലും ഒരു ദാസൻ പ്രാപിക്കാൻ കഴിയില്ല. That is why we read in Genesis that cast away the son of the maidservant, he cannot be able to attain the inheritance along with my own son. ദാസിയെയും മകനെയും പുറത്താക്ക്. Cast away the maidservant and her son. എന്റെ മകൻ വാഗ്ദത്ത സന്ധിയായിരിക്കുന്ന ഇസ്ഹാക്കിനോടുകൂടെ, എന്റെ മകനോടുകൂടെ ഒരു ദാസിയുടെ മകൻ ഒരിക്കലും അവകാശം പ്രാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവനെ ഇവിടെ ഒരിക്കലും പുത്രത്വത്തോടുകൂടെ ദാസനെ ഇരുത്താൻ പാടില്ല. My son is a promised seed and inheritance is his, and therefore the maidservant and his son should not be found to be seen along with the promised son. 21-ന്റെ 10-ാം 10-ാം വാക്യം. ഈ ദാസിയെയും മകനെയും പുറത്താക്കി ഈ ദാസിയെയും മകനെയും പുറത്താക്ക്. ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസ്ഹാക്കിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. പലരും ദാസിയുടെ അലവ ന്യായപ്രമാണത്തിൽ കീഴിരിക്കുന്നവരാ പലരും. Today many are found to be seen in this പ്രതികാര മനസ്സ്, a mind of retaliation, വൈരാഗ്യത്തിന്റെ മനസ്സ്, enmity, കോപത്തിന്റെ മനസ്സ്, with a mind of anger. എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ തകർക്കാനുള്ള മനസ്സ്. Somehow they will try to demolish the family. ഒരിക്കല് ഒരിടത്തൊരു പ്രവചനം ഉണ്ടായി. Once there was a prophecy. പ്രവചനം അറിയാമോ? Do you know what it was? What the Spirit of God said? അവരെ ഒതുക്കാനായിട്ടുള്ള ഒരു പ്രവചനം. Somehow they had to demolish them. സാക്ഷി പറഞ്ഞു. A particular mother stood up and testified. സാക്ഷി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി ഒറ്റ പ്രവചനം. While she was testifying, one sister prophesied saying. അതിനുശേഷം എഴുതി സാക്ഷി പറഞ്ഞു. After that she testified. ഇന്നത്തെ അമ്മ ഒരു വട്ടേല കൊണ്ടുവന്നിട്ട് മാർക്കറ്റിൽ പോയിരുന്നിട്ട് ചക്കുക്കുരു കച്ചവടം ചെയ്യുന്നിട്ട് ഒരു ദർശനം കണ്ടു പ്രിയമുള്ളവരെ കൊണ്ട് സഭയെ സാക്ഷി പറഞ്ഞു.
She stood up and testified that such and such a person, I saw her with a particular kind of leaf, and she was found in the market and selling the nuts of the jackfruit. ഞാൻ സഭായത്തിന് മധ്യത്തിൽ പറഞ്ഞു, പ്രസംഗിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ആ സഹോദരി എന്നെ കണ്ടിട്ടേ പോകാവൂ, ആ മാതാവ് എന്നെ കാണണം. ഏത് മാതാവിനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ അവരെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരണം, അങ്ങനെങ്കിൽ ആ ദർശനത്തെ കുറിച്ച് എനിക്കൊന്ന് പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. So before the sermon I told that both of you should come and meet me, and that I too might learn concerning that particular vision. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ആ സഹോദരി, ദർശനം കണ്ട സഹോദരി എന്നോട് പറഞ്ഞു, അത് ഞാൻ അവരെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കൊച്ചാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ഒപ്പിച്ചതാണെന്ന്. And finally, the sister who saw the vision told me this was this was an instance which I myself arranged in order to belittle that particular sister. അപ്പോൾ തന്നെ ആലോചിക്കാൻ പോയില്ല, അപ്പോൾ തന്നെ 6 മാസത്തേക്ക് ഈ സഹോദരിക്ക് ഈ സഭയിൽ സാക്ഷിയോ പ്രബോധനമോ ഒന്നുമില്ല എന്ന് അവിടെ ദശാംശം വാങ്ങുന്നല്ലെന്ന് പരസ്യമായി പറയേണ്ടി വന്നു. Immediately in common I told that she will be kept under punishment for 6 years, and her tithes too will not be received, she will not be allowed to testify to. അവരൊരു മാന്യമായ ഒരു സഹോദരിയാ. She belonged to very good family. അവരുടെ ഉയർച്ചയും നന്മയും കണ്ടപ്പോൾ ഒന്ന് അസൂയ, എങ്ങനെയെങ്കിലും എങ്ങനെ ആക്ഷേപിക്കാം, ദൈവത്തിന്റെ സന്നിധി എന്നോട് പറഞ്ഞായ കളി കണ്ടില്ലയോ, അഹങ്കാരമല്ലേ. ആ വാക്ക് സംഭവിച്ചതറിയാമോ, ദൈവം അവരെ അടിച്ചു. ഞാൻ ശിക്ഷിച്ച മാത്രമല്ല, അവർക്ക് പിന്നെ സഭയിൽ വരേണ്ടി വന്നില്ല. She was full of contempt on seeing the blessings, how God had blessed the other sister, and that's why she became haughty in the presence of God. ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്ന വാക്കുകളും, ഒരു സമൂഹത്തെ കുറിച്ച് പറയുന്ന വാക്കുകളും, ശുശ്രൂഷകനെ കുറിച്ച് പറയുന്ന വാക്കുകളും നീ കേട്ടാലും കേട്ടില്ലെങ്കിലും ശരി, ആണെന്നൊരു കർത്താവുണ്ട്. നീ ന്യായപ്രമാണത്തിൽ കീഴൊരിക്കുന്ന വ്യക്തിയാണ്. അതിരിക്കുന്ന ആൾത്തോളം ഒരിക്കലും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ നീ യോഗ്യനേ അല്ല. ഇപ്പോഴും നീ ന്യായപ്രമാണം കീഴിരിക്കുന്ന ആളാണ്. You might speak against the children of God, against believers or workers of God, but if you are found in such a strait, truly you are under the bondage of law. Even now you are not delivered. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ദൈവമക്കളെ, എന്തെല്ലാം പദ്ധതികളാണ് അറിയാമോ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ? Dear children of God, what all schemes do they make, you know? ഏതെല്ലാം പദ്ധതികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? What all types of schemes do they കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാനും നിങ്ങളും അത്ര പൂർണ്ണരായിരുന്നോ? Were we perfected ones in our former days? മറ്റുള്ളവരുടെ കുറ്റം പറയുവാൻ നീ പൂർണ്ണനാണോ? In order to find fault with others, are we perfected മറ്റുള്ളവരെ ones? വിമർശിക്കാൻ നീ പൂർണ്ണനാണോ? In order to criticize others, are we perfect? മറ്റുള്ളവരുടെ നന്മ മുടക്കുവാൻ നീ പൂർണ്ണനാണോ? In order to hinder the blessings of others, are we found മറ്റുള്ളവരെ perfect? നീ കുറ്റം ചുമത്തുവാൻ നീ പൂർണ്ണനാണോ? In order to accuse others, are we perfect? ഒരിക്കലുമല്ല. Never. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, 10,000 വെള്ളിക്കാശ് 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ 100 വെള്ളിപ്പണം മാത്രം കൊടുക്കാനുള്ള എന്റെ കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കിയത് പോലെയാണത്. കഴുത്തിന് പിടിച്ച് ഒരൊറ്റ ഞെക്ക്. He called hold of his neck, the one who had borne only 100 coins of silver. യജമാനനെ തന്നു തീർക്കാം. Master, I shall give it. ശല്യം ചെയ്യല്ലേ. Master, please help me. എന്നോട് പ്രതികാരം ചെയ്യല്ലേ. Please do not retaliate യജമാനനെ me. ചെയ്തു തീർക്കാം, തന്നു Oh തീർക്കാം. Master, I will give it back. അത് കേട്ടില്ല. But no. സംഭവിച്ചത് അറിയാമോ? Is it true? ഒരു അന്ത്യന്യായവിധിക്കായിട്ട് അവനെ ഏൽപ്പിച്ചു. He made himself ready for a final judgment. അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. He was given into the hands of the tormenting പ്രിയ ones. മക്കളെ, എത്രയോ കരുണ, എത്രയോ ദയ, എത്രയോ ഉപകാരങ്ങൾ ദൈവം നമുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് മറന്നിട്ട് നീ സ്വന്തം താല്പര്യപ്രകാരം ഇപ്പോഴും ആ നിലയിൽ പ്രതികാരത്തിന് വേണ്ടി തുനിയാണെങ്കിൽ ഒരിക്കലും ദൈവം നിന്നെ സഹായിക്കത്തില്ല. Dear children of God, how great are the blessings and benefits that we have received from God, but having forgotten all these things, if you are found in the state of retaliation, God will never help you. പുത്രത്വം പ്രാപിക്കുവാൻ ന്യായപ്രമാണത്തിൽ നിന്ന് വിലക്ക് വാങ്ങി. In order to attain the adoption, you are being brought from law with a price. 5-ാം വാക്യം വായിച്ചേ. Verse 5. Galatians chapter 4. 4:4 5-ാം വാക്യം. ഗലാത്യർ. Galatians chapter 4 verse 5. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലക്കി വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അടുത്തത്, നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. Because we are അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി രാജ്യത്തെ പറയട്ടെ. അങ്ങനെ നീ ദാസനല്ല
നീ പുത്രനത്രേ. Wherefore thou art no more a servant but a son. ദൈവത്തിന് സ്തോത്രം. Praise be to God. പുത്രനെങ്കിൽ അവകാശികളുമാണ്. If you are son, you are an inheritor too. ദൈവമക്കൾ പുത്രത്വം പ്രാപിച്ച ദൈവമക്കൾ അവകാശത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കും നിശ്ചയമായി വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി അല്ലേലൂയ പറയട്ടെ. ദൈവമക്കളെ, എന്തിനു വേണ്ടി ദൈവമക്കൾ കാത്തിരിക്കണം? Dear children of God, for what purpose should we wait? ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് For കാത്തിരിക്കണം. the redemption of the body we should wait. ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുന്ന ദൈവമക്കൾ നിശ്ചയമായിട്ടും പുത്രത്വത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കണം. If the children of God wait for the redemption of the body, truly we should receive the anointing of the Holy Ghost. എങ്കിൽ മാത്രമേ അവനിൽ അവകാശം പ്രാപിപ്പാൻ കഴിയൂ. Only then we will be able to receive the inheritance. എഫെസ്യലേഖനം 1-11 വാക്യത്തിൽ വായിക്കുന്നു. In Ephesians chapter 1 verse 11 we read. എഫെസ്യലേഖനം 1:11 വാക്യം. Ephesians chapter 1 verse 11. അവനിൽ നാം അവകാശവും പ്രാപിച്ചിരിക്കുന്നു. In whom also we have obtained an ക്രിസ്തുവിൽ inheritance. കൂടെ മാത്രമേ നമുക്ക് അവകാശം പ്രാപിപ്പാൻ We can കഴിയുള്ളൂ. receive an inheritance only through Christ. അവനിൽ ഞാൻ അവകാശം പ്രാപിച്ചിരിക്കുന്നു. In him I have obtained an inheritance. ക്രിസ്തുവിൽ കൂടെ ഞാൻ അവകാശം പ്രാപിച്ചിരിക്കുന്നു. Through Christ I have received an inheritance. അവകാശമായി ദൈവശക്തി പ്രാപിച്ചിരിക്കുന്നു. As an inheritance I have received the power of God. ക്രിസ്തുവിൽ കൂടെ Through Christ അവനിൽ കൂടെ ഞാൻ അവകാശം പ്രാപിച്ചു. വിശുദ്ധ പൗലോസ് പറയുന്നു, ഞാൻ അവനിൽ കൂടെ ഈ മഹത്വമെല്ലാം Saint പ്രാപിച്ചിരിക്കുന്നു. Paul says that all these glories I have received through him. വായിച്ചാട്ട്. അവനിൽ നാം അവകാശവും അവനിൽ ഞാൻ അവകാശം പ്രാപിച്ചിരിക്കുന്നു. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ക്രിസ്തുവിൽ ആശ്രയിച്ചവനായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ തന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടത് തന്നെ. ഹല്ലേലൂയ. That we should be to the praise of his glory who first trusted in Christ. ഞാൻ ആശ്രയിക്കുന്നു I trust. ക്രിസ്തുവിന്റെ മഹത്വത്തിന് വേണ്ടി, I trust the glory of ക്രിസ്തുവിന്റെ God. പുകഴ്ചയ്ക്ക് For വേണ്ടി, the praise of Christ. ക്രിസ്തുവിന്റെ മുഖത്വം കാണുവാൻ, In order to see the glory of അവന്റെ Christ. അവന്റെ മഹത്വ മുഖം കാണുവാൻ, In order to see his glorious അവൻ നമുക്ക് face. ഒരുക്കുന്ന മഹത്വ സിംഹാസനത്തെ That I കാണുവാൻ might see the glorious throne he ഞാൻ prepared for ആശ്രയിച്ച് me. കാത്തിരിക്കുകയാണ്. I trust and wait ഞാൻ earnestly. ആശയോടെ I കാത്തിരിക്കുകയാണ്. trust earnestly. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, എപ്പോഴും നമ്മുടെ ആശയും പ്രത്യാശയും കർത്താവിന്റെ മുഖം കണ്ട് അവനോട് സന്തോഷിക്കണം. അതാ Dear തന്നെയായിരിക്കണം. children of God, always our desire, our hope should be that we should see the face of our Christ and be joyous with him. ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു മഹത്വരാജ്യമുണ്ട്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത. Dear children of God, there is a glorious kingdom which the God prepares for us, and we should have the glorious the faith which is once delivered unto the saints. കൊലോസ്യലേഖനം 1:12 വാക്യത്തിൽ വായിക്കുന്നല്ലോ, In Colossians chapter 1 verse 12 we read, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശം, in order to attain the inheritance of the saints in light. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനായിട്ടുള്ള അവകാശത്തിനായി നമ്മെ നമ്മെ പ്രാപ്തരാക്കിയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ചതിന് സ്നേഹസുരനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? അവകാശത്തിന് കൊണ്ടെത്തിക്കുവാനായി. For what purpose has God delivered us from the power of darkness and translated us into the kingdom of his dear son, that he might take us to our inheritance? തേവലക്കരയുള്ള സഹോദരൻ സാക്ഷി പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. You might have heard when the brother from Tevlakara testified. എല്ലാവരും ഭൗമ്യ കാര്യങ്ങൾ കുറിച്ചിട്ടപ്പോൾ താൻ എഴുതിയിട്ട രണ്ട് കാര്യമാണ് ആത്മീയ കാര്യങ്ങൾ. When all wrote their prayer points concerning material needs, he wrote two spiritual needs. എനിക്ക് അധികമായി പ്രാർത്ഥിക്കണം. I want to pray more. എനിക്ക് രഹസ്യ ജീവിതം എനിക്ക് വേണം. I want a prayer secret life. I want a holy life. എനിക്ക് ആത്മീയത്തിൽ ഉണർച്ച പ്രാപിക്കണം. I want to attain spiritual edification. സാധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സാക്ഷി, അതാണ് സാക്ഷി. And he testified even today he is experiencing it, and that is true testimony. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. തന്റെ ആത്മീയ നിലവാരത്തിലുള്ള ഉയർച്ചയും നന്മയാണ് താൻ ആഗ്രഹിക്കുന്നത്. He decides spiritual edification and spiritual benefits ദൈവമക്കളെ, alone. അതായിരിക്കണം നമ്മുടെ കുറിപ്പ്. ഒന്നാമത്തെ കുറിപ്പ് അതായിരിക്കട്ടെ. And dear children of God, let our first prayer point, let it be so. പലരും പ്രാർത്ഥന വിഷയം പറയുമ്പോൾ എഴുതിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്ക് നന്മ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജോലിക്ക് കിട്ടിയ വേണ്ടി അമേരിക്ക പോകാൻ, പരീക്ഷയ്ക്ക് പോകാൻ, അല്ലെങ്കിൽ അവിടെ പോകാൻ, ഇവിടെ പോകുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ, ഇതൊക്കെയാണ് പല കുറിപ്പ്, പ്രധാന കുറിപ്പുകൾ. അവിടെ ആത്മീയ നിലവാരങ്ങളോ ആത്മീയമായ കാര്യങ്ങളോ ഒന്നും
ഒന്നും ചിന്തിക്കാറില്ല. Many vital prayer points of our children of God are concerning their children, that they should study well, they should go abroad and earn money and so and so, but no points concerning their spiritual matters are written in it. ഇന്ന് കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ നോക്കിയാൽ നമ്മൾ വളരെ ഭയപ്പെട്ടു പോകും. When we consider the mobile phones, even in the hands of even small children, we are trembled. നമ്മുടെ രണ്ട് വിശ്വാസിയുടെ പെൺപിള്ളാര് റോഡേ നടന്നുപോയി. Two of our believer young girls was walking through the road. അവിടെ നിന്ന് ഒന്ന് രണ്ട് സ്ത്രീകൾ കാർക്കിച്ചു തുപ്പി. Those who stood by side, they spit about them. എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണ കണ്ടിട്ട്, Looking at their way of ലജ്ജകരമായിട്ടുള്ള വസ്ത്രധാരണം, awkward appearance of ഇന്നത്തെ dressing. യൗവനക്കാരുടെ ആയിരിക്കുന്ന ജീവിതങ്ങൾ, Today's youngsters, how do they live? അതൊന്നും നിയന്ത്രിക്കാൻ ആർക്കുമില്ല, അതിനൊരു കുറിപ്പഴി തരാൻ ആരുമില്ല. And none are there to control them, and none are there to write a point for their ഇങ്ങനെ sake for തോന്നിയ prayer. നടക്കുന്ന അവളെ പേർഷ്യക്ക് വിടണമെന്ന്, അവരെ പേർഷ്യക്ക് വിടണമെന്ന്, അവരെ അമേരിക്ക വിടണമെന്ന്. They walk in their own ways, and the parents decide to send abroad them. അവരെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി സമർപ്പിക്കേ. You commit them for the sake of God. സ്വന്തം വഴികളിലും സ്വന്തം ആലോചന പ്രകാരം സ്വന്തം വഴികളിൽ കൂടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന തലമുറയെ ഓർത്ത് നിങ്ങൾ നിലവിളിക്കേ. You should cry aloud concerning the generation which walk awkwardly from the presence of God, from the ways of God, they pervert do. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ വിശ്വാസിയെ, നിന്റെ ജീവിതത്തിന് വാസ്തവമായിട്ട് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്കായിട്ട് യേശു വേഗം വരാൻ പോകുകയാണ്. Dear children of God, if you surely stand steadfast for holiness, it is for you. Truly, Jesus is going to appear very soon. ഭൗമികകാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കേ വേണ്ട. You should never think of material അതൊക്കെ needs. വന്നോളൂ പറയാതെ. All those will follow നീ you. ആത്മീയകാര്യത്തിൽ ശ്രദ്ധമായി തീരുമാനിച്ചാട്ട് If you take a determination to attain spiritual ജീവിതത്തിൽ edification, അടപ്പതിച്ചിരിക്കുന്ന അവസ്ഥകൾ കുറവായിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കേ. all your downfall in your spiritual life, write it in a paper and pray for it. അതാണ് മഹത്വം. That is glory. ദൈവം അവരെ മാനിക്കും. God will honor them. ദൈവത്തിന് സ്തോത്രം. Praise be to God. സലോമോന് ഒരു ഉന്നത രാജ്യം ഏറ്റപ്പോൾ Solomon, when he was exalted, നിനക്ക് വേണ്ടത് ചോദിക്കാൻ കർത്താവ് പറഞ്ഞു. God told Solomon to ask what you need. ദൈവം പറഞ്ഞു നിനക്ക് എന്ത് വേണം. God asked Solomon what you need. ഇപ്രകാരം സലോമൻ എന്ത് പറഞ്ഞു? What did Solomon say? ഈ വലിയ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം എനിക്ക് വേണം. I want the wisdom in order to lead this great multitude of എന്താണ് ദൈവം people. പറഞ്ഞത്? What did God say? സമ്പത്തോ Wealth, പുരോഹിതിയോ no exaltation, സംഹാരമോ no destruction of the enemies. ചോദിക്കാതെ None of these did you ask ഈ me. വിവേകമുള്ള ജ്ഞാനമുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി അവൻ ചോദിച്ചപ്പോൾ ചോദിച്ച മാത്രമല്ല ചോദിക്കാത്തതുകൊണ്ട് സമൃദ്ധിയായി കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. Because he asked all these things, God gave him even which he did not ask abundantly. ആത്മീയ ദൈവമക്കളെ, മുൻപേ രാജ്യനീതി അന്വേഷിക്ക്, അതുകൊണ്ട് സകലവും പ്രകാരം വന്നോളും. Dear children of God, first you seek the kingdom of God, and all these material things shall follow you. ഇന്ന് മനുഷ്യന് സമ്പാദ്യത്തിന് വേണ്ടി ഇന്ന് ഒരുവൻ വലിയൊരു വീട് വെച്ചെങ്കിൽ അതിനേക്കാൾ ഉയർന്നുള്ള ഒരു വീട് വെക്കാൻ അതിന് ആഗ്രഹിച്ച മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്. Today men run here to and fro when his neighbor constructs a house greater than his. നമുക്ക് അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ When we consider the life of Abraham, കാണിപ്പാനിക ദേശത്തേക്ക് അവൻ ദൈവദർശനം ഉണ്ടായിട്ട് അവൻ പുറപ്പെടുമ്പോൾ ദൈവമക്കളെ പുറകിലുള്ളതൊക്കെയും വലിച്ചതിനു ശേഷം എല്ലാം മറന്നിട്ട് ആ കാണിപ്പാന ദേശത്തേക്ക് അവൻ യാത്ര തുടർന്നു. when he had the vision in which God showed him the city which he had to receive, he considered all those he had as nothing, and he set forward to attain that land. ദൈവമക്കളെ, അബ്രഹാമിന്റെ യാത്ര ഒരു ലക്ഷ്യസ്ഥലത്തേക്ക് ദർശനം ഉണ്ടായിട്ട് അവൻ പുറപ്പെടുമ്പോൾ പുറകിലുള്ള കാര്യങ്ങളൊക്കെ അവൻ മറന്നുപോയി. Having received a vision and he set forward for the promised land, he forgot all those behind. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അബ്രഹാമേ, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും സ്വതന്ത്രത്തെയും എല്ലാം വിട്ടിട്ട് നീ പുറപ്പെട്, ഒരു മഹത്തായ ഒരു അനുഭവം നിന്നെ കാണിച്ചു തരാം. God says unto Abraham, I shall show thee a glorious experience, therefore get thee out of thy country and from thy kindred and from thy father's house unto a land that I will show thee. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദൈവമക്കളെ, നമ്മെ കാണിക്കാനിരിക്കുന്ന ദേശമുണ്ട്. Dear children of God, there is a land which God will show us, and it is a heavenly Zion. It is a heavenly habitation. It is a heavenly New Jerusalem. It is a place where God prepares for us. നമുക്ക് യാത്ര തുടരണം. Dear children of God, let us press forward to that promised land. Let us forget everything. Praise be to God. ദൈവമക്കളെ, ഒരു ഉന്നതമായിരിക്കുന്ന വെളിപ്പാട് പ്രകാരം നമ്മൾ യാത്ര തുടരും. Dear children of God, let us press forward with a great revelation. ഉന്നത വിളി പാടണ്ട, ഉന്നത വിളിക്കു യോഗ്യരേ
വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഉന്നത ഉന്നതം വെടിഞ്ഞു വന്ന ഉന്നതം വെടിഞ്ഞു വന്ന നന്ദേനന്റെ വന്യപാദം എന്നും ഒന്നായി വന്നിച്ചിട വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ഹല്ലേലൂയ. ഉന്നത വിളിക്ക് യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ നമുക്ക് ഒരുക്കമായിരിക്കാം. You children of God who are being called with a high calling, let us be always ready in order to reach His presence. ഉന്നത വെളിപ്പാട് വേണം. We need an excellent ഉന്നത revelation. ദർശനം വേണം. We need an excellent vision. ഉന്നതമായിരിക്കുന്ന വിളി വേണം. We need an excellent ഉന്നതമായ calling. തീരുമാനം We വേണം. need a great determination. ഉന്നതമായിരിക്കുന്ന പ്രതിഷ്ഠ We need a high consecration too. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ഉന്നതമായ ഒരു നിലവാരത്തിൽ നമ്മുടെ ജീവിതം ചെയ്യണം. Dear children of God, we should live a lofty life. അവിടെ ദൈവം മാനിക്കും. It is them whom God honoreth. നമ്മുടെ ജീവിതം Let ഉന്നതമായിരിക്കണം. your lives be found lofty. ഭൗമ്യമായിട്ട് നീ ഉന്നത പ്രാപിച്ചേക്കാം. You might be living a lofty experience materially. പക്ഷേ കർത്താവിന്റെ വരെ എടുക്കപ്പെടുവാൻ യോഗ്യനോ? But are you worthy to be caught up in the coming of God? ആരംഭത്തിലെ പ്രാർത്ഥനയുണ്ടോ? Do you have the former prayer life? ആരംഭത്തിലുള്ള ബൈബിൾ വായനയുണ്ടോ? The former Bible reading, do you possess it today? ആരംഭത്തിലുണ്ടായിരുന്ന തീക്ഷ്ണത എരിവുന്ന ജീവിതത്തിൽ ഉണ്ടോ? The former zeal you have, do you have it today? ഉണ്ടെന്ന് നമുക്ക് ധൈര്യമായി പറയാൻ കഴിയുമെങ്കിൽ നമുക്ക് ധൈര്യമായി പറയാം, ഞാൻ യേശുവിനെ എടുക്കപ്പെടും. If you are able to say boldly that I possess it even today, you can boldly say that I will be caught up in the coming of Jesus. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ പാസ്റ്റർ ദാനിയൽകുട്ടി പാസ്റ്റർ ദൈവസഭയിൽ ചേർക്കപ്പെട്ടപ്പോൾ Our pastor Daniel Kutti, when he was taken the presence of ജനങ്ങളുടെ God, കൂടി വന്നല്ലോ. thousands of people gathered there. എന്തിനു വന്നു? Why did they come there? തന്റെ ദിവ്യ സ്വഭാവ നിമിത്തമായിട്ട്, Because they had seen divine natures in സ്നേഹ him. നിമിത്തമായി, Because of his love. തന്റെ കരുണ Because നിമിത്തമായി, of his mercy. ദൈവത്തിന് സ്തോത്രം. Praise be to God. തന്റെ ശുശ്രൂഷ Because നിമിത്തമായി of his ministry. ദൈവം തന്നെ മാനിച്ചപ്പോൾ ജനങ്ങൾ അവരെ മാനിച്ചു. When God honored him, people too honored him. ദൈവമക്കളെ, തന്റെ ജീവിതത്തിന്റെ അന്ത്യം അവസാന ഘട്ടത്തിൽ താന് ഏകദേശം 2.5 മണിക്കൂറോളം മുടങ്ങാതെ തോരാതെ വണ്ണം സ്തോത്രം 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 പറഞ്ഞുകൊണ്ടിരുന്നു. Dear children of God, when he was fated soon to die, for nearly 2.5 hours continually he kept on saying, praise the Lord, praise the Lord, praise the Lord. ശ്വാസം എടുത്ത് വലിക്കുമ്പോഴും Even while he was gravely ill, വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് സ്തോത്രം സ്തോത്രം വ്യക്തമായിട്ട് പറയുന്നത്. the word which proceeded out of his mouth was very distinct, praise the Lord. അവസാനം ശ്വാസം നിലച്ചു വന്നപ്പോൾ And fine, when he reached his end stage, ആ ശബ്ദം നിന്നു. fine, that words too was stopped. Praise be to God. ദൈവമക്കളെ, അതിന് സാക്ഷി ഞാൻ തന്നെയാണ്. Dear children of God, I am a മറ്റു പല witness for സഹോദരന്മാർ അവിടെ it. ഉണ്ടായിരുന്നു. Many brothers too were പുള്ളിയുടെ there. ജ്യേഷ്ഠനോട് His ഉണ്ടായിരുന്നു. elder brother too was there. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. All were hearing it. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതിനിടയിൽ ഞാൻ ഇച്ചിരി വെള്ളം വായിലോട്ട് ഒഴിച്ചു കൊടുത്തു. Amidst, I gave a sip of water to അപ്പോൾ him. മാത്രം അന്ന് വെള്ളം ഇറക്കുന്നതിന് വേണ്ടി മാത്രം വായ അനക്കാതിരുന്നു. അതിനുശേഷം വീണ്ടും തുടങ്ങി സ്തോത്രം. Only for the intake of that water he kept quiet, and after that immediately he started saying, praise the Lord. എത്ര സന്തോഷമായിരിക്കുന്നു. What a joyful experience it is. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ ദൈവത്തെ കർത്താവിന്റെ മുഖം കണ്ട് സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടായപ്പോൾ പിന്നെ നാവിൽ സ്തോത്രമല്ലാതെ മറ്റൊന്നുമില്ല. When he heard the voice of God, when he saw the face of God and was rejoicing, nothing else proceeded out of his mouth but praise the Lord. ചിലർ മരിക്കുമ്പോൾ അലറി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കൈയും കാലും അഴിച്ചിട്ടാ മരിക്കുന്നത്. Certain people, when they die, they started to sigh, lament and jump and leap with their hands and ദൈവമക്കളെ, then നമ്മുടെ die. ദൈവത്തോടു കൂടെ ബന്ധത്തിൽ ദൈവീയമായ നിലവാരത്തിൽ നാം ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. Dear children of God, if we live in communion with God, even at our end times, we will be able to keep on speaking with God. ദൈവത്തിന് സ്തോത്രം. Praise be to God. നാം മക്കളായി ജീവിക്കുന്നുവെങ്കിൽ If നമുക്ക് we- അവകാശത്തിലേക്ക് എത്തുവാൻ കഴിയും. If we live as children, we will be able to reach our inheritance. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ In വായിക്കുന്നു, Revelation chapter 21 verse 7 we read, ആർക്കാണ് അവകാശമായി പോകാൻ who will കഴിയുന്നത്? be able to attain that inheritance? ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഞാൻ അവന് ദൈവമായിരിക്കും, അവൻ എനിക്ക് മകനുമായിരിക്കും. He that overcometh shall inherit all things, and I will be his God, and he shall be my son. എല്ലാറ്റിനെയും ജയിക്കുന്നവർക്ക് ദൈവമക്കളെ അത് അവകാശമാക്കുവാൻ കഴിയും. ഞാൻ അവന് ദൈവമായിരിക്കും, അവൻ എനിക്ക് മകനുമായിരിക്കും. Those who overcome shall inherit all things, and I will be his God, and he shall be my ഞാൻ son. ദൈവത്തിന് മകനാണ്, അവൻ എനിക്ക് ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ, ആ അനുഭവമുള്ള ദൈവമക്കൾ മാത്രം വെറുതെ കൈവെക്കരുത്. കൈവെടുത്ത് അല്ലേ പറയാമോ? ഹല്ലേലൂയ.
പലരുടെയും കരം ഉയർന്നില്ല. അത് Many hands are not lifted കുറ്റം up. സംബന്ധിച്ച് സന്തോഷമുണ്ട്. They acknowledge their faults and I'm ദൈവത്തിന് happy in it. സ്തോത്രം. Praise be to God. അവൻ എന്റെ ദൈവമാണ്, ഞാൻ അവന് മകനുമാണ്. He is my God and I am his son. മക്കളായി ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവകാശത്തിലേക്ക് എത്തുവാൻ If കഴിയും. we live as children, then truly we will be able to attain our inheritance. മറ്റൊന്ന്, Another experience is, ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കാത്തിരിക്കുന്നത് ദൈവമക്കൾ ആരാണ്? who are the children of God who earnestly expect the manifestation of Christ? ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? What is the purpose of the second coming of Christ? ഞാൻ നമ്പർ 8 1 2 വിഷയം, ഞാൻ 3-4 വിഷയം പറയാം. I shall point out certain matters concerning it. ഒന്ന്, തന്റെ വിശുദ്ധന്മാരെ ദൈവസന്നിധിയിൽ ചേർക്കുന്നതിന് In വേണ്ടിയാണ്. order to gather his saints into his presence. 1 തെസ്സലോനിക്ക ലേഖനം 4-17 വാക്യത്തിൽ വായിക്കുന്നു. In 1 Thessalonians chapter 4 verse 17 we read, തന്റെ വിശുദ്ധന്മാരെ ദൈവസന്നിധിയിൽ ചേർക്കുന്നതിന് വേണ്ടിയാണ് കർത്താവിന്റെ പ്രത്യക്ഷത. the appearance of Christ is to gather his saints into his presence. വായിച്ചു. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. Then we which are alive and remain shall be caught up together with him in the ദൈവമക്കളെ, clouds. യേശുക്രിസ്തുവിന്റെ വരവ് തന്റെ വിശുദ്ധന്മാരെ അവന്റെ സന്നിധി കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാണ്. Dear children of God, the appearance of Christ is to take his saints to his presence. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 14-1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, 5 വരെ വായിച്ചാൽ ദൈവമക്കളെ ഇപ്രകാരം ശിഷ്യന്മാരുടെ പറഞ്ഞു, നിങ്ങൾ കാത്തിരിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കൽ വരും, അവിടെ കൊണ്ടെത്തിക്കുവാനായിട്ട്. That is why when we read from the Gospel of St. John chapter 14 from verse 1 onwards, we can see that I am going to prepare a particular place for you, and having prepared it, I shall come back and take you unto myself. വായിച്ചാട്ടെ, 2-ാം വാക്യം. എന്റെ പിതാവിന്റെ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ പോന്നു. ഞാൻ പോയി നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്തിനു വേണ്ടിയാ യേശു വരുന്നത്? തന്റെ വിശുദ്ധന്മാരെ അവിടെ കൊണ്ടെത്തിക്കുവാൻ. For what purpose does Jesus appear? In order to gather his saints there. വിശുദ്ധന്മാരെ അവിടെ കൊണ്ടെത്തിക്കുവാനുള്ള ആ പദ്ധതി ഇടുമ്പോൾ സാത്താൻ മുഴു ശക്തിയോടെ പ്രവർത്തിക്കും. When God plans to gather his saints to his presence, Satan too will work mightily. ഭക്തന്മാരുടെ മരണസമയത്ത് ഭയങ്കര പോരാട്ടം ഉണ്ടാകും. When the saints die, there will be a great conflict there. അതിന് ഉദാഹരണമാണ് മോശയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിക്കാതെ സാത്താനെ യഹോവ നിന്നെ ഭർഷിക്കുന്നു പറഞ്ഞു. That is why when the evil spirits argued for the body of Moses, the God says that God is rebuking you. അങ്ങനെയല്ലേ? യൂദാ 9 Jude verse 9. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. Praise be to God. മോശ ആരാണെന്ന് ദൈവത്തിന് അറിയാം. God knows who Moses was. ദൈവമക്കളെ, മോശയ്ക്കെതിരായിട്ട് ഒരു ഭക്തനെതിരായിട്ട് ഒരു ഏത് ശക്തികൾ ഉയർന്നാലും അവിടെ കർത്താവ് ഉടനെ പ്രത്യക്ഷപ്പെട്ട് ആ ഭക്തന് വേണ്ടി ദൈവം വാദിക്കും. If any power rises against the saints of God, against Moses, immediately God will arise for him and he will argue for him. ഞാൻ സാധാരണ പറയാറുണ്ട്, I used to say often, ഒരു ഭക്തൻ മരിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ ശുശ്രൂഷകരും നല്ല കൃപയുള്ള ദൈവമക്കൾ വിശ്വാസികള് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവസ്ഥനെ കൊടുക്കണം. when a saint dies, servants of God and even believers who have full of grace and gifts should stand around them and should help them to be taken to the presence of God. ഞാൻ എറണാകുളത്ത് കർത്താവിന് വേല ചെയ്യുമ്പോൾ While I was serving God at Ernakulam, അവിടെ മാലിപ്പുറം സ്ഥലമുണ്ട്, അതിന്റെ ബ്രാഞ്ച് സഭ. we have a branch faith home called at Malipuram. നല്ലൊരു ഭക്തിയായ ഒരു അമ്മച്ചിയുണ്ട്, There വിശ്വാസി is an ammachi who was a devout believer. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ. The Spirit of Lord urged me, see, instantly you have to go to that house. ഞാൻ ഉടനെ വാഹനം എടുത്തു. Immediately I got a vehicle. എനിക്ക് അവിടെ വീട്ടിൽ പോകാൻ വഴി അറിയില്ല. I did not know the way to her house. ഞാൻ വേറൊരാളെ ഫോൺ ചെയ്ത് വിളിച്ചു. I phoned another person and made
made him come there. ഇന്ന വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു, എനിക്ക് വീട് അറിയത്തില്ലെന്ന് The പറഞ്ഞു. Spirit of God urges me to go to that particular house and pray, but I do not know the ആ way. വ്യക്തി എന്റെ കൂടെ വന്നു. That person came with me. ആ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുടെ അവസ്ഥ ഒരു മോശമായ When അന്തരീക്ഷം. I reached that house, I found her being gravely ill. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. I prayed for that particular പ്രാർത്ഥിച്ച mother. ശേഷം ഞാൻ വന്നിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നു. I came back and sat in the sit out. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ After a while, ദൈവാത്മാവ് പറഞ്ഞു, Spirit of God spoke അവിടെ to me. കൂടി നിൽക്കുന്നവരെല്ലാം പുറത്താക്കാൻ പറഞ്ഞു. Till all those who are found around her to go out. അവർ കത്തോലിക്ക വ്യക്തികൾ ഒത്തിരി പേര് അവിടെ നിൽപ്പുണ്ട്, Many, സ്ത്രീകൾ നിൽപ്പുണ്ട്. many women stood around her who were from അവരുടെ Catholic മക്കളും denomination. സ്വന്തക്കാരെല്ലാം അവിടെ കൂടിയിരിക്കുക. All kinsmen and ഞാൻ പറഞ്ഞു, ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. I asked them, let me tell a particular thing. 2 മിനിറ്റേക്ക് നിങ്ങൾ പുറത്തേക്ക് Just for ഇറങ്ങാം. 2 minutes, please, you all go out. അവർ പുറത്ത് മാറി നിന്നു. They all went outside. അവർ ആ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മാറി നിന്നു. Everyone departed from that place. ദൈവാത്മാവിനോട് പറഞ്ഞു, Spirit of God told ഈ me, ആത്മാവിനെ, ഈ മദറിനെ, ഈ അമ്മച്ചിയെ കർത്താവിന് കൈ കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. you surrender this particular mother to the hands of God and pray. ഒരു അഭിഷേകശക്തി ഉണ്ടായി. An anointing came upon me. കർത്താവേ, ഈ മാതാവിന്റെ ആത്മാവിനെ നിന്റെ കൈ തരുന്നു എന്ന് ശക്തമായി പറഞ്ഞു. Loudly I said, oh Lord, I commit this mother's spirit into thy hands. അവർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. She was taken to the God's presence. അതൊരു ഭയങ്കര പരസ്യമായ ദൈവമക്കളെ. And this became a matter of known അവർ all over. മരിച്ചു കഴിഞ്ഞു. അവർ മരിച്ചു. And she was dead. അവളുടെ അനുപറ്റിയുള്ള വാർത്ത മുഴുവനും ആ ദേശത്ത് പരന്നു. After her death, this news spread all over. ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ The next day when I went, എല്ലാരും ഇങ്ങനെ നോക്കി എണ്ണി നിൽക്കുകയാണ്. everyone were perplexed and looked at me. ഇങ്ങനെ ഒരു സംഭാഷണമാണ്, എനിക്കത് മനസ്സിലായില്ല. They were telling within themselves that this was a particular pastor, this is that pastor. നീ ഇപ്പോൾ വല്ല നമ്മളെ ശല്യം ഉണ്ടാക്കാനായിട്ട് വല്ല പറയുന്ന ആളാണെന്ന് ചിന്തിച്ചു പോയി. I thought that they are telling something concerning me. ഞാൻ ഒരാളോട് ചോദിച്ചു, എന്താണ് പറയുന്നത് ചോദിച്ചു. I asked, what are they speaking? അല്ല, ഇന്നലെ പാസ്റ്റർ പ്രാർത്ഥിച്ച് ദൈവസന്നിധി കൊടുത്തപ്പോൾ അമ്മ മരിച്ചല്ലോ, അവർ ഈ ദേശത്തിൽ ആശ്ചര്യമായിരിക്കുകയാണ്. അങ്ങനെ ഇതുവരെ ഒരു മരണം ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു ശുശ്രൂഷകൻ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധി അങ്ങ് ചേരുന്നൊരു അനുഭവം ഇവിടെ ഉണ്ടായിട്ടേ ദേശത്ത് ഉണ്ടായിട്ടില്ല. അതൊരു സംഭാഷണത്തിൽ കിടക്കുകയാണ്. ആ പാസ്റ്റർ നിങ്ങളാണെന്ന് കാണിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞു. They said, Pastor, such an experience has now taken place here, that giving a particular person spirit into the hands of God while dying, and therefore they are saying that this is a particular pastor who did it. പിന്നെ നമുക്ക് അവിടെ ഇരിക്കണ്ട. Then I did not even. ആര് സാവാറായി കിടന്നാൽ എന്നെ ഫോൺ ചെയ്ത് വിളിക്കുക. Then onwards, whenever one person was about to die, I was ഒരു കാര്യം സത്യമാണ് called. But one thing is true, dear children of God. പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരുടെ അരികെ പോയി പ്രാർത്ഥിച്ചെങ്കിലേ ഗുണമുണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. Only if they pray for the children of God who wait with hope, they will be taken up and others will be left behind. എല്ലാവരെയും ഏൽപ്പിച്ചു കൊടുത്താലും പോയല്ല. When we commit everyone's spirit, they will not be taken up. അനുഭവിച്ച മാനൊക്കെ ഉള്ളൂ. What you have to endure, you have to endure. And ഒരു ഭക്തന്റെ മരണം നിശ്ചയമായും അത് പ്രത്യാശയുടെ മരണമായിരിക്കും. ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിശ്ചയമായും ദൈവമക്കളെ അവന്റെ ആത്മാവിനെ കൈക്കൊള്ളുവാൻ ദൂതൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൂതൻ കൈയേറ്റിക്കൊണ്ട് ദൈവമക്കളെ ആത്മാവിനെ നേരെ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് പോകും. Angels will receive the body, the soul of a saint and take them to heaven. ചിലരോട് പഠിപ്പിക്കുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇവിടെ കിടന്ന് കറങ്ങുമെന്നാണ്. Some teach that after death the spirit will keep on roaming all about. ആ കറക്കത്തിൽ വിടുവിച്ചാൽ അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് 40-ാം ദിവസവും അല്ലെങ്കിൽ 7-ാം ദിവസവും ഒരു കൂദാശ കർമ്മമൊക്കെ നടത്തിയിട്ട് വീട്ടിൽ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച ശേഷം മേലോട്ട് കയറ്റി വിടാമെന്നൊക്കെയാ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. കറങ്ങത്തൊന്നുമില്ല. ഭക്തന്റെ ആത്മാവാണെങ്കിൽ നിശ്ചയമായി പോകേണ്ടോട് തന്നെ പോകും, കറങ്ങി നടക്കത്തൊന്നുമില്ല. അല്ലാത്തൊക്കെ കറങ്ങി നടക്കത്തേ ഉള്ളൂ. If only the soul of a saint will truly be taken up, it will never be found roaming on this earth, and therefore there's no need to conduct prayer meetings and other rituals, 40 days prayer, etc. for the dead ones. ദൈവമക്കളെ, ഒരു ഭക്തൻ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അന്ത്യം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ബിലയാം പ്രാർത്ഥിച്ചു. Bilam prayed that let my death be as if of a saint. എന്നാൽ അത് സാധിച്ചില്ല. But he did not get it. എന്നാൽ ആർക്ക് സാധിക്കും? For whom it is possible. എഫെസ്യർ 5:27 വാക്യം വായിക്കുമ്പോൾ, In Ephesians chapter 5 verse 27 we read, ആർക്ക് സാധിക്കും? For whom it is possible. 5:27 Ephesians chapter 5 verse 27. കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കറയും കളങ്കവും വാട്ടവും മാലിന്യമില്ലാത്ത ദൈവസഭയ്ക്ക് വേണ്ടി യേശു പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. എന്തിനു വേണ്ടി?
അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന മഹത്വമായ ആ ഭവനത്തിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ വേണ്ടിയാണ്. Jesus is going to appear very soon for a glorious church, having no spot, no wrinkle, no such thing, or no blemish too. For what purpose? In order to take them to their inheritance prepared for them. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ജീവനോട് ശേഷിക്കുന്നവരെയും മരിച്ചവരെയും ഉയർപ്പിക്കുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. Dear children of God, the power of the Holy Ghost is one which revives the alive and the dead. ദൈവത്തിന് സ്തോത്രം. Praise be to God. യേശു എന്തിനു പ്രത്യക്ഷപ്പെടുന്ന അറിയാമോ? For what purpose does Jesus appear? യോഹന്നാൻ 4:14 വാക്യത്തിൽ വായിക്കുന്നു. In St. Gospel, the Gospel according to John chapter 4, മരിച്ച വിശുദ്ധന്മാരെ ഉയർപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകാൻ പോകുകയാണ്. our Jesus is going to appear for the resurrection of the dead മരിച്ച saints. വിശുദ്ധന്മാരെ ഉയർപ്പിക്കുവാൻ ഇതാ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകാൻ For the പോകുകയാണ്. resurrection of the dead saints, Jesus is going to appear very soon. 4:14 വാക്യം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ എന്താ വായിക്കുന്നു? 1 തെസ്സലോനിക്കർ 4:14 വാക്യം. 1 1 തെസ്സലോനിക്കർ 4:14. 1 Thessalonians chapter 4 verse 14. കർത്താവ് താൻ ഗംഭീരനാദത്തോടും കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന 14 വാക്യം മാത്രം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ദൈവത്തിന് സ്തോത്രം. Praise be to God. നിദ്ര കൊണ്ടവരെ, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരെ അവനോടുകൂടെ ഉയർത്തുവാനായിട്ട്, അവനെ കൊണ്ട് എത്തിക്കുവാനായിട്ട് കർത്താവ് പ്രതിഷ്ഠാക്കാൻ പോകുകയാണ്. Jesus is going to appear in order to bring with him those which are sleeping in Christ Jesus. ക്രിസ്തുവിൽ നിദ്ര കൊണ്ട വിശുദ്ധന്മാർക്കായിട്ട് ഇതാ അവൻ വെളിപ്പെടാൻ പോകുകയാണ്. Jesus is going to appear for the saints dead in Christ. ആർക്കായി, എന്തിനു വേണ്ടി യേശു വേഗം For വരുന്നു? what purpose does Jesus come soon? ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ. In order to for the resurrection of the dead in Christ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ ജനിക്കണം. For one to die in Christ, he should be born in Christ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. If one is found in Christ, he is a new creature. പഴയത് കഴിഞ്ഞുപോയി, All ഇതാ the- സകലതും പുതുതാക്കുന്നു. All the old is passed away and everything is made new. ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ടതായ വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് പ്രതിഷ്ഠാക്കാൻ Our പോകുകയാണ്. Jesus is going to appear in order to bring with him the dead saints for their resurrection. അതിന്റെ 16-17 വാക്യം നമുക്ക് വായിക്കാം. Verse 16 and 17. കർത്താവ് താൻ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. The Lord himself shall descend from heaven with a shout, with the voice of the archangel, and with the trump of God, and the dead in Christ shall rise first. Then we which are alive and remain shall be caught up together with him in the clouds. ഫിലിപ്പിയ ലേഖനം 3-ാം അതിന്റെ 11 വാക്യം. Philippians chapter 3 verse 11. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം പ്രാപിക്കണം. That we should attain unto the resurrection from the dead. വെളിപ്പാട് പുസ്തകം 20-ാം 4 മുതൽ 6 വരെ വചനം വായിക്കുമ്പോൾ In Revelation chapter 20 verse 4 to 6 we read, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാന ശക്തി പ്രാപിക്കണം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ അഥവാ നിത്യതയെ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ പ്രിയൻ പ്രത്യക്ഷനാകാൻ we should പോകുകയാണ്. receive a power of resurrection. Our beloved Christ Jesus is going to appear in order to rise those which are dead in Christ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം അവർ ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. They lived and reigned with ഒന്നാമത്തെ പുനരുത്ഥാനം പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാ. വായിച്ചാട്ട് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു.
അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ദൈവമക്കളെ, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി വിശുദ്ധന്മാരായി ക്രിസ്തുവിൽ മരിക്കുന്നവർ, ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവർ ക്രിസ്തുവിൽ എടുക്കപ്പെടുന്നവരായിരിക്കണം. Dear children of God, who live as saints, who die as saints, and who are able to found to be seen in the first resurrection, who take part in the first resurrection, are blessed and holy. അധിക കാലഘട്ടം നമ്മൾ ജീവിച്ചുകൊണ്ടായില്ല. There's nothing meant by living for years together. ഞാൻ ഒന്നാമത്തെ വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഇത്ര വർഷക്കാലമായി ഒരു പാസ്റ്ററാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകനാണെന്ന് പറഞ്ഞുകൊണ്ടെന്ന് അർത്ഥമില്ല. I am the first believer in such and years. I'm a worker of God. There's nothing meaning in saying so, boasting so. ദൈവമക്കളെ, ചിലപ്പോൾ മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാര് മുൻപന്മാരുമായി The former will be made latter, and the latter will be made former. പഴക്കവും തഴക്കവും അല്ല കാര്യം. There's nothing in boasting in our own traditions. ജീവിതത്തിന്റെ പുതുക്കം കർത്താവ് ആഗ്രഹിക്കുന്നു. The newness of your life is that which God desires. ചാത്തന്നൂർ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. There was a particular brother Chatanur. താൻ സാക്ഷി പറയും. When he used to testify, he would mention, എനിക്ക് പ്രിയമുള്ളവരെ, എനിക്ക് ഇപ്പോൾ 22ാമത്തെ വയസ്സ് തികഞ്ഞു. Dear children of God, today I am 22. അറിയാമോ? Why? അപ്പോൾ പുള്ളിക്ക് 77 വയസ്സുണ്ട്. He is around 77. അച്ഛനുമായി നോക്കുമ്പോൾ 77 വയസ്സുണ്ട്. Literally, he is 77 years old. എനിക്ക് 22 വയസ്സായി. But that Abachan said that today I am 22. എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Today is my birthday, please pray. പറഞ്ഞാൽ താൻ പറയുന്നത് ആത്മീയത്തിൽ ജനിച്ച വർഷമേ താൻ കണക്കാക്കുന്നുള്ളൂ, മറ്റത് ചിന്തിക്കുന്നേ ഇല്ല പുള്ളി. That means he considering only the days when only his spiritual birth and growth. ഇത് നമ്മൾ ചിന്തിക്കുന്നത് അറിയാമോ? But in our lives, 77 ആയോ 78 ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ ആത്മീയത്തിലെ ശ്രേഷ്ഠത പുറകല. 77 88 98 നടക്കുന്നത് അല്ലാതെ നീ പ്രാർത്ഥിക്കുന്നുവോ, ഉപവസിക്കുന്നുവോ, പ്രാർത്ഥിക്കുന്നുവോ, ആരംഭത്തിലുള്ള കഷ്ടപ്പാടുണ്ടോ, ശുശ്രൂഷയുണ്ടോ, കൂട്ടായ്മയുണ്ടോ, ആരാധനയുണ്ടോ? അതാണ് ചിന്തിക്കേണ്ടത്. അതാണ് ജീവിതത്തിന്റെ പുതുക്കം. ആ അനുഭവത്തിൽ കൂടെ ജീവിക്കുന്ന പരിശുദ്ധന്മാർക്കായിട്ട് യേശുവേ വരാൻ പോകുന്നു. ഹല്ലേലൂയ! ആത്മീയത്തിന് പുതുക്കം കർത്താവ് ആഗ്രഹിക്കുന്നു. Spiritually a newness, that is which God desires of us. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരിൽ രണ്ടാം മരണത്തിന് അവകാശമില്ല. Blessed and holy is he that had part of the first resurrection, on such the second death has no power. മൂന്നാമതായിട്ട്, Thirdly, ക്രിസ്തു എന്തിനു വേണ്ടി വരുന്നു? for what purpose does Christ come? കൂലിയും പ്രതിഫലവും കൊടുക്കുവാനായിട്ട് വരുന്നു. He cometh to give the reward. ദൈവം വരുന്നത് പ്രതിഫലത്തെ ഉള്ളവരെ അവിടെ കൊണ്ടെത്തിച്ചിട്ട് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയാ. God comes to take those who are able to receive the reward and give them the reward. വെളിപ്പാട് 22-ന്റെ 12 വാക്യം. Revelation, ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ, അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. പ്രതിഫലം കർത്താവിന്റെ പക്കലുണ്ട്. ഓരോരുത്തരുടെയും പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലമായിട്ട് ഇതാ കർത്താവ് വേഗത്തിൽ വെളിപ്പെടാൻ Jesus പോകുകയാണ്. is going to appear soon with a reward according to each man's work. പ്രതിഫലമായിട്ട് കർത്താവ് വരുമ്പോൾ നിശ്ചയമായും നാം പ്രതിഫലത്തിന് യോഗ്യരോ? When God cometh with a reward, are we worthy to receive that reward? കഷ്ടം സഹിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. Those who endure sufferings, they will നിന്ന receive reward. സഹിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. Those who endure reproaches, they have a reward. മാനാപമാനങ്ങളിൽ കൂടി ജീവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. Those who endure ridicules and shame, they have a reward. സമൂഹത്തിൽ ഒറ്റപ്പെടുമ്പോൾ തള്ളപ്പെടുമ്പോൾ നമുക്ക് പ്രതിഫലമുണ്ട്. Those who rejected from the society, you have a reward. ആരും സ്നേഹിക്കാതിരിക്കുമ്പോഴും മറ്റുള്ള സ്നേഹിക്കാതിരിക്കുന്നവരെ നാം സ്നേഹിക്കുന്നെങ്കിൽ നമുക്ക് പ്രതിഫലമുണ്ട്. When there's none to love you, there's a reward for you. ഇപ്പൊ തന്നെ ഇവിടെ നല്ല മനോഹരമായ ഒരു കൺവെൻഷൻ നടന്നു. A beautiful convention we had here. ധാരാളം പൈസ ചെലവായി. Many great expense was. ആര് കൊടുത്തു? Who gave? പാസ്റ്റർ വീട്ടിൽ ഉണ്ടെന്നല്ല. This money was not brought from the pastor's house. ഇവിടെയുള്ള ദൈവമക്കളുടെ അധ്വാന ഫലത്തിൽ ദൈവം വിശ്വസ്തയോടെ അവർ ചെയ്തതുകൊണ്ടാണ്. The children of God over here worked earnestly, faithfully from their labor. എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നല്ല. The labor which I do is not from my home. എന്റെ ദൈവമക്കൾ തരുന്നതാണ്. It is which is given by our believers. അവർക്ക് പ്രതിഫലം കൊടുക്കാതിരിക്കുമോ? If it be so, will not God reward them? നിശ്ചയമായി കൊടുക്കും. Truly he will give them the reward. രാവുകൾ കഷ്ടപ്പെടുന്നു. They toil day and night. രാവുകൾ അധ്വാനിക്കുന്നു. Day and night they toil. അവർ ഭക്ഷണം പാചകം ചെയ്യുന്നു. They cook food. ഭക്ഷണം കൊടുക്കുന്നു. They give food. മറ്റെന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു. All other works too they do. പ്രതിഫലത്തെ ഇച്ഛിച്ചുകൊണ്ടാണ്. But they are desiring a reward. They do all these. വേലക്കാരായി ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? We the servants of God have come for the ministry for what sake?
ഒരിക്കലും ഒരു വീട്ടിൽ നിന്ന് 3 പേര് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. Once 3 children came for the ministry. അതില് അവരുടെ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ പറയാ, And one member from the relation said, ഏതായാലും ദൈവം അവളെ മാനിച്ചല്ലോ. anyhow God honored her. 3 പേരാ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുന്നേ. 3 have gone for the ministry. ഇപ്പൊ അടിച്ചു വാരാമുടി. And now itself they will earn much. ഇപ്പോൾ ഇഷ്ടം പോലെ സമ്പാദിക്കാവുന്ന. And now they are able to earn much. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കാത്തതുകൊണ്ടാ. They said so because they had not received the revelation concerning this ministry. Praise be to God. ശുശ്രൂഷയ്ക്ക് വന്നിട്ട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വന്നതിന് ശേഷം ഒരു പൈസ 100 പൈസയുടെ ഒരു സമ്പാദ്യം പോലും എന്റെ പേരിൽ ലോകത്തിൽ എവിടെങ്കിലും നോക്കിയാലും കാണാനില്ല. Dear children of God, after having come for the ministry, I do not have an earning. It cannot be anyway. It cannot be found even in any part of the world. വീട്ടിലോടെല്ലാങ്കിലോ വീട്ടിൽ ചെന്ന് എന്ത് പറയും? If I go home, what would they say? നിനക്കുള്ള തന്നാണ് പൊക്കോളാൻ പറയും. No, all that you have is given already. You have to go. നിനക്കുള്ള തന്നതാണ് പൊക്കോ. Your possession is already given. You have to leave this place. ഞാൻ ബാങ്കിൽ ചെല്ലട്ടെ. If you go to the bank, നിങ്ങൾക്കൊരു അക്കൗണ്ട് ഇല്ലല്ലോ. you have no account here. നിങ്ങൾക്കൊരു അക്കൗണ്ട് വിടില്ലല്ലോ. No, in your name there's no account here. നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? Why did you come over here? ഞാൻ ചുമ്മാ ഒരു ചെക്ക് ലീഫ് എഴുതിയിട്ട് ശരി 1 ലക്ഷം രൂപ കൊണ്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് പറയും? എന്നെ നോക്കി ചിരിക്കും. With no cause, if I write and give a check leaf, what would they say? They would എന്റെ simply പേര് look പോലും at me ഇല്ല. and എന്റെ പേര് പോലും ഇല്ല. even my name is not mentioned there. ചിലർ എനിക്ക് ഫോൺ ചെയ്ത് ചോദിക്കും, പാസ്റ്ററുടെ പേഴ്സണൽ പിന്നെ നമ്പർ ഉണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാമോ? ഞാൻ കുറച്ച് പൈസ അയച്ചു തരാം. Some through phone would ask me, Pastor, if there's a personal account number, please tell me. I would like to send some money. ഞാൻ പറഞ്ഞു, പെന്തക്കോസ് മിഷന്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് അല്ലാതെ എന്റെ പേരിൽ ഒന്നുമേ എനിക്കില്ല, എന്റെ പേർക്ക് അയക്കേ വേണ്ട. I said you did not send in my name because I do not have an account in my name, but only in the name of the Pentecostal ഞാൻ mission. പറഞ്ഞ ആശയം, എന്തിനു വേണ്ടി കർത്താവ് വേലക്കാരായി ഞങ്ങൾ ഇതെല്ലാം വിട്ട് കർത്താവ് വേലയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു? What I meant is, why we, the servants of God, has left everything and follow the law. ചില പിന്നെ വിശ്വാസികൾ ഉണ്ട്, പിന്നെ ശുശ്രൂഷയുടെ മുഖത്ത് നോക്കി ചിലപ്പോൾ ആക്ഷേപിക്കുന്നവരുണ്ട്, പിന്നെ വഴക്ക് പറയുന്നവരുണ്ട്, കോപിക്കുന്നവരുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഈ കൈയും കെട്ടി നിൽക്കുന്നത് കാണുമെന്നറിയാമോ? Do you know what is the reason why we held our hands together tight and keep quiet when certain children of God make fun of us, ridicule us and criticize us? ഞാനൊരു മനസ്സവാച അറിയാത്ത കുറ്റങ്ങൾക്ക് പോലും ഒരു മനസ്സവാചാരത്തെ കാര്യത്തിന് പോലും എന്നെ കൊണ്ട് നടത്തിപ്പാൻ ക്ഷമ ചോദിപ്പിച്ചിട്ടുണ്ട്. I have even asked forgiveness to my leaders for matters where there is no cause. അവിടെ സന്തോഷത്തോടെ ഇരുന്നുണ്ട്. Even there I endured it joyfully. എന്തിനു വേണ്ടിയാ? Why? ഒരു പ്രതിഫലം. Expecting a reward. ഒരു പ്രതിഫലം. Expecting a reward. ഞാൻ കർത്താവിന്റെ മാർഗ്ഗത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. എനിക്ക് എല്ലാം വിട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വന്നു. എനിക്ക് പ്രതിഫലം. I have come for God's sake. I have forsaken all that I had. I will receive a reward. ഒരിക്കൽ പുതുപ്പള്ളി ഭാഗത്ത് ഒരു ശുശ്രൂഷകൻ അവിടെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. Once a preacher preached at Pudupalli. നമ്മുടെ വിശ്വാസിയല്ല, Not വേലക്കാരനല്ല. our servant. പ്രിയമുള്ളവരെ, ഞാൻ ഈ ബൈബിളുമായി ഇറങ്ങി തിരിച്ചു. എൻ്റെ ദൈവം എന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. എനിക്കിപ്പോൾ ഇത്ര ഏക്കർ വസ്തുവുണ്ട്, ഇത്ര തോട്ടമുണ്ട്, റബ്ബർ തോട്ടമുണ്ട്, ഇത് വീടുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ യേശുവിന്റെ മാർക്കത്തിൽ വന്നിട്ട് നിങ്ങൾക്കെല്ലാം ദൈവം തരുമെന്ന് പുള്ളി ബൈബിൾ പൊക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രസംഗിച്ചു. In his sermon, he lifted up his Bible and quoted so, saying, I have come for God's sake, and after that God has blessed me abundantly with acres of land. ആ പുതുപ്പള്ളി ജംഗ്ഷനിൽ എനിക്കൊരു സ്ഥാനത്ത് കിട്ടി. I got a chance to preach there. ഞാൻ ബൈബിൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. I lifted up my Bible and said so. ദൈവമക്കളെ, കർത്താവിന്റെ വേലയ്ക്ക് വന്ന് ഇത്ര വർഷമായി. Dear children of God, I have come for the name of the കർത്താവിന്റെ Lord. നാമനിമിത്തമായി ഇപ്പോൾ ഞാൻ ദരിദ്രനാണ്. For the name for God's sake, എന്നാൽ എൻ്റെ I പ്രിയൻ am poor സമ്പന്നനാണ്. today. But my beloved is rich. എനിക്ക് ഒരു കുറവും എനിക്കില്ല. Nothing lacks me. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ച് ഒരു പൈസ പോലും എനിക്ക് ബാങ്കിലില്ല. ഒരു പിടി മണ്ണ് പോലും ഞാൻ ഭൂമിയിൽ സമ്പാദിച്ചിട്ടില്ല. എൻ്റെ പ്രിയൻ എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിനെല്ലാം ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കടയിൽ നിന്നവർ ചുറ്റി നിന്നവരെല്ലാം കൂടെ കൈ ഉയർത്തിയ ബന്ധക്കോസുകാരൊന്നുമല്ല, ഒരൊറ്റ ഒരു ശബ്ദം. When I said so, they all made a loud noise. When I lifted up my Bible and said, I have no possession in this earth, nothing do I have of my own. And this news spread all over the land. This is a true ministry. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് ഒന്നും സമ്പാദിക്കാതെ ദൈവത്തിന്റെ മാർഗ്ഗത്തിന് വേണ്ടി ജനത്തിനു വേണ്ടി സേവന ചെയ്യുന്നെങ്കിൽ അതാണ് സേവനം, അതാണ് ശക്തി, അതാണ് ശുശ്രൂഷ എന്ന് നാട്ടുകാർ പറയുണ്ടായി. Having forsaken everything for God's sake, if you leave everything and work for the people of God, it is true ministry. The people all over the land said so. കർത്താവ് വരുമ്പോൾ
കൂലിയും പ്രതിഫലമായിട്ട് വരും. When God comes, he will come with a reward. ദൈവത്തിന് സ്തോത്രം. Praise be to God. കൂലിയും പ്രതിഫലമായിട്ട് വരുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് കൂലി തന്ന് എന്നെ നിത്യതയെ കൊണ്ട് എത്തിക്കുന്ന ധൈര്യമായി പറയാനുള്ളവരൊന്ന് കൈവർത്താമോ? ചിലർ ഇങ്ങനെ പൊക്കുന്നേ ഉള്ളൂ. കാരണം കടക്കുക ഡെപ്പോസിറ്റ് ബാങ്കിൽ കർത്താവിനുള്ളത് 5 പൈസ പോലും കൊടുത്തിട്ടില്ല. പിന്നെ ആ പുള്ളി ഇങ്ങനെ പൊക്കാതിരിക്കുന്ന അങ്ങനെ ഇങ്ങനെ കിടക്കുക. എനിക്ക് ഞാൻ പലരും നോക്കി ഇങ്ങനെ പൊക്കിയത് ഒടിഞ്ഞ കയ്യാ. സ്തോത്രം. ഏതായാലും ദൈവത്തിന്റെ മാർക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും പാടുപെടുകയും പ്രയത്നിക്കുകയും ചെയ്തുവെങ്കിൽ, കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവ് പ്രതിഫലമായിട്ട് വേഗത്തിൽ. If you endure sufferings for God's sake, if you labor for God's sake with your money too, it is for you that God is going to appear very soon. കർത്താവിന് വേണ്ടി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കഷ്ടം സഹിക്കുന്നെങ്കിൽ, മരുന്നിൽ ആശ്രയിക്കാതെ രോഗശാന്തി നിലനിൽക്കുന്നുവെങ്കിൽ, അങ്ങനെ വേദന സഹിച്ചുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവർക്കായിട്ട് യേശു വേഗം വരാൻ പോകുകയാണ്. When you feel sick, if you look unto the face of God alone, if you deny medicines, and it is for them that God is going to appear soon. രോഗശാന്തി നിലനിൽക്കുന്ന മക്കൾ കൈയോർത്തി രണ്ടിനും ശക്തമായ പറയട്ടെ. ഒന്നുകൂടെ രോഗശാന്തി നിലനിൽക്കുന്നവർ ശക്തമായി പറയട്ടെ. സഹോദരിമാരുടെ ഒഴിഞ്ഞ കൈ വേണ്ട. രോഗശാന്തി നിൽക്കുന്നവർ കൈ ഉയർത്തി നല്ലൊരു അന്യനെ പറ. കർത്താവ് ഒന്ന് കാണട്ടെ. ദൈവത്തിന് സ്തോത്രം. അവർക്കായി യേശു വേഗം വരുന്നു. കൂലിയും പ്രതിഫലമായിട്ട് വേഗം വരുന്നു. Jesus is going to recompense them for their work, and with the reward he is going to come soon for them. ദൈവമക്കളെ, വിശ്വാസത്തിന്റെ ബലഹീനത എന്ന് പറഞ്ഞു പോകരുത്. You should not go backwards saying that this is a lack of faith. വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തൊക്കെയും പാപമാണ്. All which does not proceed out of faith is sin. അങ്ങനെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നെങ്കിൽ അവർക്കായിട്ട് യേശു വേഗം വരാൻ പോകുകയാണ്. If you endure sufferings for God's sake, for you Jesus is going to appear very soon. Praise be to God. ദൈവമക്കളെ, യേശു എന്തിനു വേണ്ടി വരുന്നറിയാമോ? Why does Jesus come? അവൻ തേജസ് ദൈവസഭയെ നിറയ്ക്കുവാൻ വേണ്ടിയാണ്. In order to fill the church of God with glory. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ In 1 Corinthians chapter 15, അതിന്റെ 35 വാക്യത്തിൽ വായിക്കുന്നു. verse 35 we read, തേജസ്സിന്റെ ശരീരം ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ദൈവസഭയ്ക്ക് നൽകുവാൻ, തന്റെ വിശുദ്ധന്മാർക്ക് നൽകുവാനായിട്ട് യേശു പ്രത്യക്ഷനാക്കാൻ പോകുകയാണ്. Jesus is going to appear in order to give a glorious body for his saints, for his church. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വെല്ലത്തിന്റെയോ വേറെ മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം വായിക്കാൻ സമയമില്ല. താഴോട്ട് വായിക്കുമ്പോൾ ദൈവസഭയ്ക്ക്, തന്റെ ഭക്തന്മാർക്ക്, വിശുദ്ധന്മാർക്ക് ദൈവം തേജസ് ധരിപ്പിക്കുവാനായിട്ട് ദൈവം പ്രത്യക്ഷനാക്കാൻ പോകുകയാണ്. The latter verses we can see that in order to clothe the children of God, the church, with his glory, Jesus is going to appear. ഫിലിപ്പിയ ലേഖനം 3:21 വാക്യത്തിൽ വായിക്കുമ്പോൾ, Philippians chapter 3 verse 21 we read, ദൈവസഭ ദൈവമക്കളെ തേജസ് പ്രാപിച്ചില്ലെങ്കിൽ തേജസ്സിൽ എടുക്കപ്പെടുവാൻ കഴിയില്ല. The church of God, if it doesn't become glorious, it will be unable to be caught up in the glorious coming. അവിടെ ചെന്ന് തേജസ് പ്രാപിക്കുകയല്ല, ഇവിടെ തേജസ്സോടുകൂടെ അവിടെ എടുക്കപ്പെടണം. Not going there and attaining glory, even while we are found here, we should be full of glory and taken up. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, തന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ കർത്താവിന്റെ ശരീരം മഹത്വ ശരീരമാണ്, തേജസ്സിന്റെ ശരീരമാണ്. അവനോടുകൂടെ അനുരൂപരായിട്ട് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇതാ നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് തേജസ് ധരിപ്പിച്ച് അവിടെ കൊണ്ടെത്തിക്കുവാൻ ദൈവം ഇതാ കർത്താവ് യേശു വേഗത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. The body of our Jesus is a glorious body, and he is going to appear in glory, that he might change our vile body, and that we might be fashioned like unto him, and to take us there. ദൈവത്തിന് സ്തോത്രം. Praise be to God. തേജസ്സിൽ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ കർത്താവ് ഇതാ പ്രത്യക്ഷനാക്കാൻ പോകുകയാണ്. In order to take us to glory, Jesus is going to appear. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതായിട്ട് കർത്താവ് പ്രത്യക്ഷനാകുന്നത് എന്തിനു വേണ്ടി? Nextly, for what does Jesus come? നമ്മെ പിതാവിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കുവാൻ. In order to take us to the Father's side. 1 തെസ്സലോനിക്ക ലേഖനം 4:17 വാക്യത്തിൽ വായിക്കുന്നു, എന്നെയും നിങ്ങളെയും ദൈവസന്നിധി പിതാവിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കുവാൻ
ക്രിസ്തു ഇതാ പ്രത്യക്ഷമാകാൻ In പോകുകയാണ്. 1 Thessalonians chapter 4 verse 17 we read that in order to gather us to his Father's presence, Jesus is going to appear. വായിച്ചേ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. So shall we ever be with the Lord. ദൈവത്തിന്റെ പിതാവിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ പ്രിയൻ ഇതാ വെളിപ്പെടാൻ പോകുകയാണ്. Our beloved is going to appear to take us to our Father's presence. ആ നിത്യതയിൽ സിംഹാസനത്തിൽ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ പ്രിയൻ വെളിപ്പെടാൻ In പോകുകയാണ്. order to take us to eternity, to that God's presence, he is going to appear very soon. നിശ്ചയമായും If എന്റെ it's- കർത്താവ് എന്നെ അവിടെ കൊണ്ടെത്തിക്കുമെന്ന് പൂർണ്ണ നിശ്ചയമുള്ള ദൈവമക്കൾ ഈ ദേശം മുഴകുമാർ ഒരു അല്ലേല് പറയാമോ? ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇതാ ദൈവമക്കളെ നമ്മുടെ ആനന്ദം, Dear children of God, this is our matter of joy. നമ്മുടെ സന്തോഷം ഇതാണ്, This is our joy. നമ്മുടെ സൗഭാഗ്യം ഇതാണ്. This is our fortune. എന്നെ എന്റെ പ്രിയൻ അവിടെ കൊണ്ടെത്തിക്കും. My beloved will take me over there. അവൻ കൊണ്ടുപോയിട്ട് വഴിയിടത്തില്ല ദൈവമക്കളെ, And he will not leave us halfway. നമ്മെ വഴി തള്ളി കളഞ്ഞു He പോവുകയില്ല. will never leave us midway. അവിടെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കുവാൻ ദൈവം ശക്തനാണ്. Safe and secure. He is able to mighty to take us there. യേശു ക്രിസ്തുവിന്റെ വരവിൽ In the coming of Lord Jesus, ദൈവമക്കൾ എടുക്കപ്പെടുവാനായിട്ട് the children of God to be caught up, നാം അത്യാകാംക്ഷയോടെ കാത്തിരിക്കണം. we should wait earnestly. എന്താണ് നമ്മുടെ ഫസ്റ്റിന്റെ വായിച്ച വാക്യം? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാം വാക്യം നമുക്ക് ആ തമിഴിൽ ഒന്ന് വായിച്ചാട്ട്. The key verse, Romans 8, verse 19. Let us read in Tamil. റോമർ 8:19. மேலும் தேவனுடைய புத்திரர் வெளிப்படுவதற்கு சிருஷ்டியானது மிகுந்த ஆவலோடு காத்து கொண்டிருக்கிறது. സൃഷ്ടി ഇതാ ആവലോടെ കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ സഭ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ആവലോടെ കാത്തിരിക്കുന്ന ദൈവസഭയ്ക്കായിട്ട് ഇതാ യേശു വേഗം വരാൻ പോകുകയാണ്. Creature too waiteth earnestly for the manifestation of the sons of God, for the church of God which too waiteth earnestly. Jesus is going to appear very soon. ദൈവമക്കളെ, സൃഷ്ടികളായ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. നമ്മുടെ പ്രിയന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ Dear കാത്തിരിക്കാം. children of God, let we, the creatures of God, wait earnestly for the appearance of Jesus. വിശുദ്ധിയോടെ കാത്തിരിക്കാം. With holiness, let us നിർമ്മലതയോടെ wait. കാത്തിരിക്കാം. Let us wait with ഭയഭക്തിയോടെ purity, കാത്തിരിക്കാം. with reverence. Let us wait ശക്തിയോടെ with കാത്തിരിക്കാം. power. Let us wait. ഹല്ലേലൂയ! ഹല്ലേലൂയ! ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്കായിട്ട് യേശു വേഗം വരാൻ For പോകുകയാണ്. all those who wait earnestly, Jesus is going to appear very soon. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ, നാം എത്ര Dear ഭാഗ്യശാലികളാണ്. children of God who wait earnestly with hope, how fortunate are we? ഒരിക്കലും ദൈവസഭയെ, ദൈവത്തിന്റെ വിശുദ്ധന്മാരെ മഹോദ്രവത്തിന് ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. Never will Jesus allow the saints of God to be found in the period of great tribulation. ആ മഹോദ്രവം കാണുവാൻ ഇടയാകത്തില്ല. We will never be led to see the great tribulation. എവിടെ വചനം? ലൂക്കോസ് 21:36 വായിക്കുന്നല്ലോ. മഹോദ്രവം കഷ്ടതയിലേക്ക് ഒരിക്കലും പ്രിയൻ നമ്മുടെ കർത്താവ് കൊണ്ടെത്തിക്കത്തില്ല, വിടത്തില്ല, നമ്മെ കൈവിടത്തില്ല, നിത്യതയെ കൊണ്ടെത്തിക്കും. നിശ്ചയമായും ആ ഉറപ്പോടെ നമുക്ക് ജീവിക്കാം, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം, വിശുദ്ധിയോടെ നമുക്ക് ജീവിതം ചെയ്യാം. Our Jesus will not permit us to see the great days of tribulation. He will not let us to suffer too. We read so in the Gospel of St. Luke chapter 21 verse 36. Therefore, let us live in holiness and wait eagerly for his coming. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു ഈ പോകുവാനും സംഭവിപ്പാനെല്ലാം ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ നിന്നെ പ്രാപ്തനാക്കും. ദൈവത്തിന് സ്തോത്രം. Praise be to God. വരാൻ പോകുന്ന കാര്യങ്ങളിൽ സംഭവിപ്പാനുള്ള ഒന്നിലും നിന്നെ അകപ്പെടുത്താതെ വണ്ണം ഇതിൽ നിന്നെല്ലാം വിടുവിച്ച് നിത്യതയെ കൊണ്ട് എത്തിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. God is well able to preserve you, that even I might not be entangled in anything that is going to happen, and he is well able to take you to eternity. വരാൻ പോകുന്ന ന്യായവിധിയിൽ അകപ്പെടാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനായ God is ദൈവമാണ്. able to preserve you from the coming judgment. ആമീൻ. ഹല്ലേലൂയ. എത്ര പ്രത്യാശയാണ്, What a great hope it is. എത്ര പ്രത്യാശയാണ്. What a great hope it is. പ്രത്യാശയുടെ ദൈവമക്കളെ മുഴക്കാൽ മുടക്കാൻ All the അടച്ചാട്ട് people with hope, let us all be on our knees നമ്മുടെ and close പ്രിയന്റെ our വരവിനായി eyes. അത്യാഘോഷത്തോടെ Let കാത്തിരിക്കാം. us earnestly wait for the coming of our beloved. ഹല്ലേലൂയ. ദാസ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. Let us be delivered out of നാം bondage. പുത്രന്മാരായി Let ജീവിക്കാം. us be sons, be seen as പുത്രത്വത്തിന്റെ sons. ശക്തിയാൽ നിറഞ്ഞു Let us ജീവിക്കാം. be full of power of the അഭിഷേക sons. ശക്തിയാൽ നിറഞ്ഞു ജീവിക്കാം. Let us live with the fullness of anointing. ദൈവകൃപയിൽ ആശ്രയിച്ച് Let us ജീവിക്കാം. trust in the grace of God and live. ദൈവകൃപയിൽ നമുക്ക് ദൈവമക്കളെ വളരാം. Dear children of God, let us grow in grace. എല്ലാവരും ഒരു നിമിഷത്തോടെ ആരും എഴുതിട്ട് പോകരുത്. ഒരു നിമിഷത്തോടെ ദൈവമക്കളെ എല്ലാവരും കണ്ണടച്ച് Just a പ്രാർത്ഥിച്ചാൽ minute, let us all close our eyes and pray.
എല്ലാവരും കണ്ണടച്ച് Let us all പ്രാർത്ഥിച്ചാട്ടെ. close our eyes and pray. ഈ സമയത്ത് നമ്മുടെ മരണമായിരിക്കാം കർത്താവിന്റെ വരവാകാം. Even at this time, it might be the coming of a Lord or our death. ഈ സമയത്ത് കർത്താവിന്റെ വരവോ നമ്മുടെ It മരണമായിരിക്കാം. might be at this time our Lord's coming or our death. ഞാൻ കർത്താവേ നിന്റെ വരവോ എന്റെ മരണമായാലും ഞാൻ എടുക്കപ്പെടും എന്ന് ധൈര്യമായി പറയാൻ കഴിയുമെങ്കിൽ അവര് നിശ്ചയമായും നീ ഭാഗ്യശാലികൾ Dear തന്നെയാണ്. children of God, if we are bold enough to say whether it might be life or death, I will be caught up in the coming. Truly, we are the fortunate people of God. എടുക്കപ്പെടാത്ത ഏതെങ്കിലും എടുക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പോൽക്കാലം കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ കുറ്റം സംബന്ധിച്ച് If പ്രാർത്ഥിച്ചാട്ടെ. there is anything that hinders you from being taken up, let us all lift up our hands and pray. ഹല്ലേലൂയ. നിങ്ങളുടെ കുറ്റങ്ങളെ സംബന്ധിച്ച് Let പ്രാർത്ഥിക്കാം. us acknowledge our faults and pray. ഇന്ന് യേശു വന്നാൽ നമ്മൾ എടുക്കപ്പെടുവാൻ യോഗ്യരാണോ? If Jesus appears today, are we worthy to be caught up? അല്ലാത്ത ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഇത് കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. If there is any faults in you, lift up your hands and pray. ശുശ്രൂഷകരെ, വിശ്വാസികളെ, നിങ്ങളുടെ കര ഉയരുമ്പോൾ നിശ്ചയമായും സ്വർഗ്ഗം അത് മാനിക്കും. Dear servants of God and believers, when your hands is being lifted up, heaven will honor it. ഹല്ലേലൂയ. പാപശരീരത്തോടെ രോഗശരീരത്തോടെ ഒരിക്കലും രൂപാന്തരം പ്രാപിക്കാൻ കഴിയില്ല. With a sinful body, with a sickful body, never will be able to attain resurrection. പാപം മാത്രമല്ല രോഗത്തെയും മാറ്റുവാൻ ദൈവം ശക്തനാണ്. Not only your sins, your sickness too, Jesus is able to take you ശത്രുവിന്റെ out of കോട്ടകളെ it. തകർത്തുകൊണ്ട് ജയം തരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. Jesus decides to destroy all the forces of Satan and give you victory. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്. Lift your hands and pray. കരങ്ങൾ ഉയർത്തി Lift പ്രാർത്ഥിച്ചാട്ട്. your hands and pray. ദൈവമേ സഹായിക്കണമേ. Oh Lord, help me. എന്നെ വിശുദ്ധീകരിക്കണമേ. Oh Lord, sanctify എന്നെ me. വിശുദ്ധീകരിക്കണമേ. Sanctify me. എന്നെ വിശുദ്ധീകരിക്കണമേ. Sanctify me. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. Let us all pray together. എല്ലാവരും ചേർന്ന് Let us പ്രാർത്ഥിച്ചാട്ട്. all pray together. എല്ലാവരും ചേർന്ന് Let us പ്രാർത്ഥിക്കട്ടെ. all pray together. അലറി കരവി. Let us all cry out to സത്യമായ lament. പിശാചിനെ തകർത്തുകൊണ്ട് ഇന്ന് പോൽക്കാലം നമ്മുടെ പ്രിയൻ നമുക്ക് ജയം തരുവാൻ പോകുകയാണ്. Crushing the head of our enemy Satan, our beloved is going to grant us victory this morning. സകല അന്ധകാര ശക്തികളെ നിർമൂലമാക്കി ജയം തരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. Destroying all the powers of darkness, our beloved is desiring to give us victory this morning. ഹല്ലേലൂയ.